എവിടെയൊക്കെ നിന്റെ അധരങ്ങൾ ഇന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു, അവിടെ എല്ലാം കർത്താവെ നിന്റെ നാമം പ്രകീർത്തിക്കപ്പെടുകയാണ്. ഈ വലിയ രോഗത്തിന്റെ ഇടയിലും കർത്താവെ, ദുഃഖമുണ്ടെങ്കിലും ആ ദുഃഖങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ ഈ ശുശ്രൂഷ ഏറ്റവും മനോഹരമായി അർപ്പിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. പുറത്തുവന്ന് ഞങ്ങൾക്കറിയാം, എങ്കിലും ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള എന്തെങ്കിലും പാപങ്ങൾ ഇനിയും ഉണ്ടെങ്കിൽ കർത്താവെ, അവയ്ക്കെല്ലാം ഈ നിമിഷം മാപ്പപേക്ഷിക്കുന്നു. ഞങ്ങളോട് കരുണയായിരിക്കണമേ. എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. നമുക്കിപ്പോൾ പാട്ട് സോങ് കീർത്തനം 108 ആലപിക്കാം. When I survey the wondrous cross എന്ന ട്യൂൺ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങളിൽ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. സർവശക്തനായ ദൈവമേ, നിന്റെ കുടുംബത്തിന് വേണ്ടി ഇപ്പോൾ നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്നവനായി ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ ഒറ്റിക്കൊടുക്കപ്പെടുവാനും
ദുഷ്ടന്മാരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുവാനും കുരിശിന്മേൽ മരണം സഹിപ്പാനും സമ്മതിച്ചുവല്ലോ. നിന്റെ പുത്രന്റെ പ്രാണത്യാഗത്താൽ നിത്യരക്ഷയുടെ വാഗ്ദാനത്തിലേക്ക് പ്രവേശിപ്പാൻ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും കൃപയോടെ കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, ഒരു ദൈവദൂതന്റെ വചനത്താൽ ഞങ്ങൾ അങ്ങയുടെ പുത്രനായ യേശു മിശിഹായുടെ അവതാരത്തെ അറിഞ്ഞിരിക്കുന്ന പ്രകാരം തന്നെ ഞങ്ങൾ അവനെ കുരിശു കൊണ്ടും കഷ്ടാനുഭവം കൊണ്ടും അവന്റെ പുനരുത്ഥാനത്തിന്റെ തേജസ്സിലേക്ക് പ്രവേശിപ്പിക്കുമാറാകേണ്ടതിന് അങ്ങയുടെ കൃപയെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. നിന്റെ കുരിശ് കൊണ്ടും വിലയേറിയ രക്തം കൊണ്ടും ഞങ്ങളെ വീണ്ടെടുത്ത ലോകരക്ഷിതാവായുള്ളവേ, ഞങ്ങളെ രക്ഷിച്ച് സഹായിക്കണമേ. ഞങ്ങളുടെ വിലവും വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളുടെ ദൈവത്തിലെ ജ്ഞാനം നിന്റെ മുമ്പാകെ പ്രസാദകരമായിരിക്കണമേ. ക്രിസ്തുവേ, നിന്റെ ആത്മാവിനാൽ എന്നെ ശുദ്ധീകരിക്കണമേ. നിന്റെ മുറിവിടെ എന്നെ മറിച്ചു കൊള്ളണമേ. നിന്റെ കഷ്ടാനുഭവങ്ങളാൽ എന്നെ ബലപ്പെടുത്തണമേ. നിങ്ങൾ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ ഒരിക്കലും സമ്മതിക്കരുതേ. ആമേൻ. നിന്റെ പ്രാണവേദന കൊണ്ടും രക്തവിയർപ്പ് കൊണ്ടും നിന്റെ കുരിശ് കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും നിന്റെ വിലയേറിയ മരണം കൊണ്ടും കബറടക്കം കൊണ്ടും ഞങ്ങളെ രക്ഷിക്കണമേ. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, നിന്റെ സമാധാനം ഞങ്ങൾക്ക് തരണമേ. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നമുക്കിനി പാഠം 1 യെശയ്യായുടെ പ്രവചനത്തിൽ നിന്നും ഉള്ളത് കേൾക്കാം. വലിയ യക്ഷയ്ക്കായി ഇന്ന് നിശ്ചയിച്ചിട്ടുള്ള 1-ാം പാഠം യെശയ്യാവ് 52-ാം അധ്യായം 13-ാം വാക്യവും 53-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളും. Isaiah chapter 52 verse 13 and chapter 53 1 to 12. എന്റെ ദാസൻ കൃതാർത്ഥനാകും, അവൻ ഉയർന്നു പൊങ്ങി അത്യന്തം ഉന്നതനായിരിക്കും. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുൻപാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വവുമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരിക്കുന്നു. നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. തന്നെത്താൻ താഴ്ത്തി വായ് തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ് തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ള ദേശത്തു നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എന്റെ ജനത്തിന്റെ അതിക്രമ നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവന്റെ തലമുറയിൽ ആർ വിചാരിച്ചു. അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെ ഇരുന്നിട്ടും അവൻ
അവർ അവനെ ദുഷ്ടന്മാരുടെ കൂടെ ശവക്കുഴി കൊടുത്തു. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരുടെ കൂടെ ആയിരുന്നു. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവൻ അവനെ കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. അവൻ തന്റെ പ്രയത്നഫലം കണ്ടു തൃപ്തനാകും. നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. അതുകൊണ്ട് ഞാൻ അവനെ മഹാന്മാരുടെ കൂടെ ഓഹരി കൊടുക്കും. ബലവാന്മാരുടെ കൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ടു അതിക്രമക്കാരുടെ കൂടെ എണ്ണപ്പെടുകയും ചെയ്യാൽ തന്നെ. ഇവിടെ 1-ാം പാഠം അവസാനിക്കുന്നു. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 22 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. Psalms 22 verses 1 to 31. എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്ത്? എന്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, എങ്കിലും നീ ഉത്തരമരുളുന്നില്ല. രാത്രികാലത്തും ഞാൻ വിളിക്കുന്നു, എനിക്കൊട്ടും മൗനതയില്ല. ഇസ്രായേലിന്റെ സ്തുതികളിൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്കൽ ആശ്രയിച്ചു. അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു. അവർ നിങ്കൽ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. ഞാനോ മനുഷ്യനല്ല, ഒരു കൃമി അത്രേ. മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്നതിനും തന്നെ. എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു. അവർ അധരം മരത്തി തല കുലുക്കുന്നു. യഹോവെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്ക. അവൻ അവനെ രക്ഷിക്കട്ടെ. അവൻ അവനെ വിടുവിക്കട്ടെ. അവനിൽ പ്രസാദമുണ്ടല്ലോ. നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ. എന്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ ദീർഘായും വസിക്കുമാറാക്കി. ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്കൽ ഏൽപ്പിക്കപ്പെട്ടു. എന്റെ അമ്മയുടെ ഉദരം മുതൽ നീ എന്റെ ദൈവം. കഷ്ടമടുത്തിരിക്കയാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ. സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. അനേകം കാളുകൾ എന്നെ വളഞ്ഞു. ഭാഷാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. കുപക്ഷിയോടെ അലർന്ന സിംഹം പോലെ അവർ എന്റെ നേരെ വായ് പിളർക്കുന്നു. ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു. എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. എന്റെ ഹൃദയം മെഴുകുപോലെ ആയി എന്റെ കുടലിന് നടുവേ ഉരുകിയിരിക്കുന്നു. എന്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു. എന്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. നീ എന്നെ മരണത്തിന്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു. നായ്ക്കൾ എന്നെ വളഞ്ഞു. ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. എന്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം. അവർ എന്നെ ഉറ്റുനോക്കുന്നു. എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു. എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. നീയോ യഹോവേ അകന്നിരിക്കരുതേ. എന്റെ തുണയുള്ളവേ, എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ. വാളിങ്കൽ നിന്ന് എന്റെ പ്രാണനെയും നായുടെ കയ്യിൽ നിന്ന് എന്റെ ജീവനെ വിടുവിക്കണമേ. സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരം അരുളുന്നു. ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും. സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിപ്പീൻ. യാക്കോബിന്റെ സകല സന്തതികളുമായുള്ളവരെ അവനെ മഹത്വപ്പെടുത്തുവീൻ. ഇസ്രായേലിന്റെ സർവ്വസന്തതികളുമായുള്ളവരെ അവനെ ഭയപ്പെടുവീൻ. അരിഷ്ടന്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തതുമില്ല. തന്റെ മുഖം അവന് മറച്ചതുമില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കത്രേ ചെയ്തത്. മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്ങൾ നിന്ന് വരുന്നു. അവന്റെ ഭക്തന്മാർ കാണുകെ ഞാൻ എന്റെ നേർച്ചകളെ കഴിക്കും. എളിയവർ തിന്ന് തൃപ്തരാകും. യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടിരിക്കട്ടെ. ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്ത് യഹോവയെങ്കിലേക്ക് തിരിയും. ജാതികളുടെ വംശങ്ങളൊക്കെയും നിന്റെ മുമ്പാകെ നമസ്കരിക്കും. രാജ്യത്വം യഹോവയ്ക്കുള്ളതല്ലോ. അവൻ ജാതികളെ ഭരിക്കുന്നു. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ച് ആരാധിക്കും. പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവന്റെ മുൻപാകെ കുമ്പിടും. തന്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ. ഒരു സന്തതി അവനെ സേവിക്കും. വരുന്ന തലമുറയോട് യഹോവയെ കുറിച്ച് കീർത്തിക്കും. അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രം ഉണ്ടാകട്ടെ.
ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള ദൈവവചനം കേൾപ്പീൻ. The Gospel according to John, chapter 19, verses 1 to 22. John chapter 19. അനന്തരം പീലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ട് അടുപ്പിച്ചു. പടയാളികൾ മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞു അവന്റെ തലയിൽ വെച്ച് ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു. അവന്റെ അടുക്കൽ ചെന്നു, യഹൂദന്മാരുടെ രാജാവേ, ജയ് ജയ് എന്ന് പറഞ്ഞ് അവനെ കനത്തടിച്ചു. പീലാത്തോസ് പിന്നെയും പുറത്തു വന്നു, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവനെ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പീലാത്തോസ് അവരോട്, ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. മഹാപുരോഹിതന്മാരും ചേവകരും അവനെ കണ്ടപ്പോൾ ക്രൂശിക്ക ക്രൂശിക്ക എന്ന് ആർത്തു വിളിച്ചു. പീലാത്തോസ് അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ, ഞാനോ അവനിൽ കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഞങ്ങൾക്ക് ഒരു ന്യായപ്രമാണമുണ്ട്, അവൻ തന്നെത്താൻ ദൈവപുത്രനാക്കിയതുകൊണ്ട് ആ ന്യായപ്രമാണ പ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് ഏറ്റവും ഭയപ്പെട്ടു. പിന്നെയും ആ സ്ഥാനത്തിൽ ചെന്നു, നീ എവിടെ നിന്നാകുന്നു എന്ന് യേശുവിനോട് ചോദിച്ചു. യേശു ഉത്തരം പറഞ്ഞില്ല. പീലാത്തോസ് അവനോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു അവനോട്, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എന്റെ മേൽ നിനക്ക് ഒരു അധികാരവും ഉണ്ടാകുകയില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. ഇത് നിമിത്തം പീലാത്തോസ് അവനെ വിട്ടയപ്പാൻ ശ്രമിച്ചു. യഹൂദന്മാരോ, നീ ഇവനെ വിട്ടയച്ചാൽ കൈസറുടെ സ്നേഹിതനല്ല, തന്നെത്താൻ രാജാവാക്കുന്നവൻ എല്ലാ കൈസറോടും മത്സരിക്കുന്നുവല്ലോ എന്ന് ആർത്തു പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് യേശുവിനെ പുറത്തു കൊണ്ടുവന്ന് കൽത്തളം എന്ന് എബ്രായ ഭാഷയിൽ ഗബത്ത എന്നു പേരുള്ള സ്ഥലത്ത് ന്യായാസനത്തിലിരുന്നു. അപ്പോൾ പെസഹയുടെ ഒരുക്കുനാൾ ഏകദേശം 6-ാം മണി നേരമായിരുന്നു. അവൻ യഹൂദന്മാരോട്, ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. അവരോ, കൊന്നുകളക കൊന്നുകളക, അവനെ ക്രൂശിക്ക എന്ന് നിലവിളിച്ചു. നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ എന്ന് പീലാത്തോസ് അവരോട് ചോദിച്ചു. അതിന് മഹാപുരോഹിതന്മാർ, ഞങ്ങൾക്ക് കൈസറല്ലാതെ മറ്റൊരു രാജാവില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവൻ അവനെ ക്രൂശിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർ യേശുവിനെ കൈയേറ്റു. അവൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗൊത്ത എന്നു പേരുള്ള തലയോടിടം നിന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെയും അവനോടുകൂടെ വേറെ 2 ആളുകളെയും, ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും, യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു. പീലാത്തോസ് ഒരു മേലെഴുത്തും എഴുതി ക്രൂശിന്മേൽ പതിപ്പിച്ചു. അതിൽ നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരുന്നു. യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപമാകയാൽ അനേകം യഹൂദന്മാർ ഈ മേലെഴുത്ത് വായിച്ചു. അത് എബ്രായ, റോമ, യവന ഭാഷകളിൽ എഴുതിയിരുന്നു. ആകയാൽ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാർ പീലാത്തോസിനോട്, യഹൂദന്മാരുടെ രാജാവെന്നല്ല, ഞാൻ യഹൂദന്മാരുടെ രാജാവെന്ന് അവൻ പറഞ്ഞു എന്നത്രേ എഴുതേണ്ടത് എന്ന് പറഞ്ഞു. അതിന് പീലാത്തോസ്, ഞാൻ എഴുതിയത് എഴുതി എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ 2-ാം വേദഭാഗം അവസാനിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളിന്ന് ഇനി മൊഴികളിലേക്ക് കടക്കുകയാണ്. യേശുവിൻ്റെ അവസാനത്തെ മൊഴികൾ, നമ്മൾ 7 മൊഴികളെ ധ്യാനിക്കാൻ പോവുകയാണ്. അപ്പോൾ യേശു കുരിശിൽ കിടന്നുകൊണ്ട് അനുഭവിച്ച തൻ്റെ വേദനകളുടെ മധ്യത്തിലൂടെ വന്ന വാക്കുകൾ ധ്യാനിക്കുന്ന സമയങ്ങളാണ്. നമുക്ക് പാട്ട്, സോങ്, കീർത്തനം ഹിം 113 113 1ഉം 2ഉം സ്റ്റാൻസാസ് മാത്രം നമുക്ക് ആരംഭിക്കാം.
ഒന്നാം വചനം, ഫസ്റ്റ് വേഴ്സ്, ലൂക്ക എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 32 തുടങ്ങി 34 വരെയുള്ള വാക്യങ്ങൾ. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. Father, forgive them, for they know not what they do. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂവലസ്റ്റ് ആയിട്ടുള്ള ഒരു സീനാണ് നമുക്ക് ഇന്നത്തെ ഈ യേശുവിന്റെ കുരിശുമരണത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. പട്ടാളക്കാർക്ക് ഒരുപക്ഷെ ഇത് ഒരു ദൈനംദിന പ്രവൃത്തി ആയിരുന്നിരിക്കാം. ഒരുപക്ഷെ അവരിൽ പലരും ഇതൊരു സാധാരണ സംഭവമായിട്ട് എടുത്തിട്ടുണ്ടാവാം. എങ്കിലും ഞാൻ സംശയിക്കുന്നു, അതിൽ ചില പട്ടാളക്കാരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇത് അസാധാരണമായ ഒരു കുരിശുമരണമായിരുന്നു യേശുവിൻ്റെത്. അവര് യേശുവിൻ്റെ ശരീരം ആകമാനം ശരിക്കും ഒത്തിരി മുറിവുകൾ ഏൽപ്പിക്കുകയും യേശുവിൻ്റെ അസ്ഥികൾ പോലും ഒടിഞ്ഞു പോകത്തക്ക വിധം യേശുവിനെ വളരെയധികം പീഡിപ്പിക്കുകയും ചെയ്ത ഒരു സംഭവമാണ് യേശുവിൻ്റെ ഈ കുരിശുമരണം. ലോകത്തെ മുഴുവനും അമ്പരിപ്പിച്ചു എന്ന് തന്നെ പറയാം. എന്ന് വരികിൽ പോലും ആ നാവിൽ നിന്നും നമ്മൾ കേൾക്കുന്നത് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. അത് ഒരു പ്രാർത്ഥനയായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. ഫാദർ, forgive them, for they know not what they do. എൻ്റെ അപ്പ എന്നോട് ക്ഷമിക്കണം, എൻ്റെ ഈ സഹോദരങ്ങളോട് ക്ഷമിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന പോലെയാണ് യേശു ഉരുവിടുക. അപ്പം ഇവിടെ ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് യേശു കരുണയുള്ളവനാണ്, ക്ഷമയുള്ളവനാണ് എന്നാണ്. അപ്പം ദൈവത്തിന് മാത്രമേ ഇത്രത്തോളം ക്ഷമിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഞാനൊരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ, ഒരു ഗസ്റ്റോ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ കോപത്തെക്കുറിച്ച് ഞാൻ ഒന്ന് പറയുകയാണ്. അദ്ദേഹം എല്ലാ ദിവസവും ഭാര്യയുമായിട്ട് പള്ളിയിൽ വരും. ഒരു ദിവസം പള്ളിയിൽ വന്നപ്പോൾ ഗസ്റ്റോ കണ്ടത് പള്ളിയുടെ തൊട്ട് മുമ്പിലായിട്ട് ഉണ്ടായിരുന്ന ഇച്ചിരി പാർക്കിംഗ് സ്ഥലം അത് ഒരു
പെലിക്കൻ വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. വയസ്സുണ്ട് അവർക്ക് ഒത്തിരി, ഒരു 10-90 വയസ്സ് വരും രണ്ടുപേർക്കും, 90-95. അപ്പൊ അവർക്ക് ഇനി പാർക്ക് ചെയ്യാനായിട്ട് അവിടെ അടുത്ത് വന്ന് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പാർക്കിംഗ് അവര് ഒന്ന് മാറ്റി, അതിന്റെ ഫെസിലിറ്റീസ് എല്ലാം ഒന്ന് മാറ്റി. ദൂരെ പാർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ, അവർക്ക് നടക്കേണ്ടി വരുന്നു. കൂടാതെ വളരെ കോപിതനായി, പള്ളിക്കാരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, പള്ളി കമ്മിറ്റി അംഗങ്ങളോട് ദേഷ്യപ്പെടുകയാണ്. അപ്പം ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ പള്ളിയിലെങ്കിലും വരുന്നു എന്ന് കരുതിയ ഗസ്റ്റോ ഇനി മുതൽ പള്ളിയിൽ വരുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ ദേഷ്യത്തോടുകൂടി അദ്ദേഹം പള്ളിയിൽ വരാതായി. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് ഈ ഗസ്റ്റ് മനസ്സിലാക്കി, ഒരു പക്ഷേ തൻ്റെ ഭാഗത്തു നിന്നുള്ള ആ മറ്റുള്ളവരെടുത്ത തീരുമാനം അത് അംഗീകരിക്കാനുള്ള സമയം അദ്ദേഹത്തിന് വേണ്ടിയിരുന്നു, ആ കോപം മാറ്റിയെടുക്കുവാനായിട്ട്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് ഇത് മനസ്സിലാക്കിയ ഗസ്റ്റോ തിരിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരികയാണ്. ഞാൻ എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം, യേശുവിന് വേണ്ടി ഇച്ചിരി ദൂരം കൂടി നടക്കാൻ ഞാൻ തയ്യാറാണ് എന്ന ആ മനോഭാവത്തോടു കൂടി. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തില് ഗസ്റ്റോനെ പോലെ ക്ഷമിക്കാനുള്ള മനസ്സ്, മനസ്സിലാക്കാനുള്ളൊരു മനസ്സ്. നമ്മൾ തെറ്റ് ചെയ്യത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ടു എർ ഇസ് ഹ്യൂമൻ, ബട്ട് ടു ഫൊർഗിവ് ഇസ് ഡിവൈൻ. നമ്മളത് കുരിശുമരണത്തിൽ കണ്ടു. നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മൾ പാപികളാണ്, നമ്മൾ തെറ്റ് ചെയ്യും. പക്ഷേ നമ്മളല്ല മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത്, ദൈവം നമുക്ക് തന്ന ആ ക്ഷമിക്കുവാൻ തന്ന ആ കൃപയാണ് നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കുക. നമ്മൾ വിചാരിക്കരുത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ നമ്മളാണ് ക്ഷമിക്കുന്നത്, അവിടെ നമുക്ക് തെറ്റി. പക്ഷേ നമ്മിൽ വസിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവമാണ് നമ്മളെ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ആ വലിയ പഴഞ്ചൊല്ല്, ടു എർ ഇസ് ഹ്യൂമൻ ബട്ട് ടു ഫൊർഗിവ് ഇസ് ഡിവൈൻ. ഞാൻ എൻ്റെ സെമിനറി പഠനത്തിൽ എന്നെ കപ്പിച്ചിൻ സഭയിൽ ഞാൻ പഠിച്ചിട്ടിരിക്കുന്ന അവസരത്തിൽ ഒരു ഫാദർ ലെനി എന്ന പേരുള്ള അച്ഛനുണ്ട്. അച്ഛൻ ഞങ്ങൾക്ക് ലോജിക് ക്ലാസ് എടുക്കും. അപ്പൊ ഈ അച്ഛൻ്റെ ക്ലാസ്സിൽ ആരെങ്കിലും ഈ പഠിച്ചിട്ട് വന്നില്ല എങ്കിൽ ലെനി അച്ഛൻ തൻ്റെ ആ ദേഷ്യം പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അച്ഛനൊന്നും പറയത്തില്ല. അച്ഛന് ഭയങ്കര കുറച്ചു നേരം സൈലന്റ് ആയിട്ട് നിൽക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണും അച്ഛൻ്റെ നിൽക്കുന്നിടത്തുള്ള ടേബിളിൽ അച്ഛൻ കൈ മുറുകെ ഇങ്ങനെ അങ്ങോട്ട് പിടിക്കും ആ ടേബിളിൽ. അപ്പം അത് പ്രകടിപ്പിക്കുന്നില്ല. സോ ഹി ഈസ് ആക്ച്വലി holding his anger. At the same time, that the divinity in him, the God-given ദൈവ അനുഭവം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാവധാനത്തിൽ പറയാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും ഓർക്കാം, യേശുവിന്റെ ആ കുരിശുമരണം, that was God the Father's generous love for us. യേശുവിന് എല്ലാവരോടും ക്ഷമിക്കാൻ സാധിച്ചു. അതുപോലൊരു ക്ഷമിക്കുന്ന ഹൃദയം നമുക്ക് യാചിക്കാം. പ്രത്യേകിച്ച് ഈ ദുഃഖവെള്ളിയാഴ്ച സന്ദർഭങ്ങളിൽ കർത്താവേ, നമ്മുടെ പാപങ്ങൾ നീ പൊറുക്കണമേ എന്ന് നമുക്ക് ഏറ്റുപറയാം. നമുക്ക് നമ്മുടെ സ്വർഗത്തിലിരിക്കുന്ന അപ്പനെ യേശു അപ്പ എന്ന് വിളിച്ചതുപോലെ നമുക്കും അപ്പ എന്ന് എപ്പോഴും വിളിക്കാനായിട്ട് സാധിക്കണം. യേശുവിനോട് ചോദിക്കണം, കർത്താവേ, എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ, എനിക്കും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കണമേ. കാരണം നമ്മൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിനെ എന്നുള്ള പ്രാർത്ഥനയിൽ പോലും നമ്മൾ പറയുന്നുമുണ്ട്, ഞാൻ ക്ഷമിക്കുന്നത് പോലെ എന്നോടും മറ്റുള്ളവർ ക്ഷമിക്കുക. ആ പ്രാർത്ഥന നമ്മൾ എത്ര മനോഹരമായിട്ടാണ് പ്രാർത്ഥിക്കുക. അതുപോലെ ക്ഷമിക്കാനുള്ള കൃപ നമുക്ക് ദൈവം തരട്ടെ. ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് ഈ ചിന്തകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ സത്യത്തിനു വേണ്ടിയും
സാക്ഷ്യം നിമിത്തം ഇവിടെ ഭൂമിയിൽ ഞങ്ങൾ സഹിക്കുന്ന സകല കഷ്ടങ്ങളിലും ഞങ്ങൾ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തെ വിശ്വാസത്താൽ കാണേണ്ടതിന് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ ഏക മധ്യസ്ഥനും കാര്യസ്ഥനുമാകുന്ന നിന്റെ ഈ നിമിത്തം കഷ്ടപ്പെടുന്ന ഏവർക്കും സഹായിപ്പാൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന വാഴ്ത്തപ്പെട്ട യേശുവേ, നിന്റെ ഒന്നാമത്തെ രക്തസാക്ഷിയായ വിശുദ്ധ സ്തഫാനോസ് തന്നെ കൊല ചെയ്യപ്പെട്ടവർക്ക് വേണ്ടി നിന്നോട് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവരായി ഞങ്ങളെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിപ്പാനും അനുഗ്രഹിപ്പാനും പഠിപ്പിക്കേണ്ടതിന് കൃപ ചെയ്തരുളണമേ. ആമേൻ. കൃപയുള്ള കർത്താവേ, ഞങ്ങളെ ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ ശത്രുക്കളോടും ഉപദ്രവക്കാരോടും ദുഷ്ടക്കാരോടും ക്ഷമിച്ച് അവരുടെ ഹൃദയങ്ങളെ തിരുപ്പാൻ നിനക്ക് ഇഷ്ടമുണ്ടാകണമേ. കൃപയുള്ള കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. രണ്ടാം മൊഴിയിലേക്ക് നമുക്ക് കിടക്കാം. കീർത്തനം, സോങ് ബൈ ഹിം 113, ഫസ്റ്റ് ആൻഡ് തേർഡ് സ്റ്റാൻസ നമുക്ക് പാടാം. രണ്ടാം വചനം, സെക്കൻഡ് ലെസൺ, ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 43-ാം വാക്യം. Gospel of Luke, chapter 23, verse 43. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിൽ ഇരിക്കും. Today shall thou be with me in paradise. പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ട് കള്ളന്മാരുടെ നടുവില് യേശു നിന്നുകൊണ്ട് നമ്മളോട് പറഞ്ഞ വാക്കുകളാണ്. ഇന്ന് നീ എന്നോടൊപ്പം പറുദീസയിൽ ഉണ്ടായിരിക്കുമെന്ന്. ഞാൻ നിങ്ങളോട് ഒരു പെട്രീഷ്യയുടെ കഥ
പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. പെട്രീഷ്യ വളരെയധികം സ്നേഹിച്ച തന്റെ ഭർത്താവ്, അവരുടെ വിവാഹ ജീവിതത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ 2 മക്കളും ഏറെ വർഷം ജീവിച്ച് അവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ കഴിയുന്ന ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് പെട്രീഷ്യയുടെ ഹസ്ബൻഡ് ജോൺ പറയുകയാണ്, ഐ ഡു നോട്ട് ലവ് യു എനിമോർ. അത് കഴിഞ്ഞ ഉടനെ വീണ്ടും അടുത്ത ഇതിനേക്കാളും വളരെ നീചമായിട്ടുള്ള വാക്കുകൾ പറയുകയാണ് അദ്ദേഹം. He said, I never loved you. ഞാൻ നിന്നെ ഒരിക്കലും സ്നേഹിച്ചിരുന്നില്ല. അപ്പം വളരെ വേദനയോടുകൂടി പെട്രീഷ്യ ഇതിനെ കാണുന്നു. അവളുടെ ജീവിതത്തിൽ ഇനി ആശ്രയിക്കാനായിട്ട് സുഹൃത്തുക്കൾ മാത്രം. പള്ളിയിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയായി. പള്ളിയിൽ ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കും, എവിടെ നിന്റെ ഹസ്ബൻഡ്, എവിടെ നിന്റെ ഭർത്താവ്? അവൾക്കതെല്ലാം ഒന്നും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ അവൾ അവസാനം ദൈവത്തിൽ ആശ്രയിച്ചു എന്നുള്ളതാണ് പെട്രീഷ്യ. ദൈവത്തിൽ ആശ്രയിച്ച പെട്രീഷ്യയ്ക്ക് ദൈവം അവൾക്ക് സമാധാനം നൽകുകയാണ്. ഈ സംഭവം പറയാനുള്ള കാരണം, നമുക്കിന്ന് 2 കള്ളന്മാര് നടുവിലാണ് യേശു നിൽക്കുക. അവിടെ നല്ല കള്ളനും ശരിയായ ഒരു കള്ളനും ഇരിക്കെ നല്ല കള്ളൻ തീർച്ചയായിട്ടും യേശുവിൻ്റെ അടുക്കൽ അത് മനസ്സിലാക്കി യേശുവിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. എന്നാൽ മറ്റേ കള്ളനാകട്ടെ, നീ ഒരു അത്ഭുതം ചെയ്ത് കാണിക്കൂ എന്നുള്ള ഭാവത്തിൽ, എന്നെ ഇതിൽ നിന്നും താഴെ ഇറക്കാൻ നിനക്ക് പറ്റുമോ എന്ന് യാചിക്കുന്ന ഒരു അവന്റെ ശാഠ്യ മനോഭാവം നമുക്ക് കാണാൻ സാധിക്കും. നല്ല കള്ളനാകട്ടെ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാക്കിയ ആ വേദന, ശരിക്കും അവൻ പാപം ചെയ്തവനാണ്. പക്ഷേ ആ പാപം ചെയ്തതിൽ അവന് വേദനയുണ്ട്. ആ വേദന അവൻ എടുക്കാൻ തയ്യാറായി യേശുവിന്റെ മുമ്പിൽ അവൻ നിൽക്കുകയാണ്. മറിച്ച് ആ മോശമായ കള്ളനാകട്ടെ, അവൻ അഹങ്കരിക്കുകയായിരുന്നു. അവന്റെ വേദനയെക്കുറിച്ച് അവൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ വേദന, സഫറിങ്സ് എങ്ങനെ നമുക്ക് അതിനെ തരണം ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് ഇന്നത്തെ ഈ മൊഴിയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഈ വേദനകൾക്കും സഹനത്തിനുമൊക്കെ മറുപടി പറുദീസയാണ്, സ്വർഗമാണ്. നമുക്ക് റോസപുഷ്പത്തിന്റെ ചെറിയ ഒരു ഉപമ എടുക്കാം. റോസപുഷ്പം പുഷ്പമായി അത് വരിക ഒരു മുൾച്ചെടിയിൽ നിന്നാണ്. അതിനെ നമുക്ക് 2 രീതിയിൽ കാണാം. നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, റോസ് പ്ലാന്റ് ഹാസ് തോൺസ്. അത് നെഗറ്റീവായിട്ടുള്ള ചിന്തയാണ്, അല്ലേ? റോസ് പ്ലാന്റ്സ് ഹാസ് തോൺസ്. പക്ഷെ പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ പറയും, തോൺ ഹാസ് റോസ്, തോൺ ഹാസ് റോസ്. അപ്പൊ നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സഫറിങ് ഏറ്റെടുക്കണം എന്ന് യേശു പഠിപ്പിക്കുന്നു. പെയിൻ ഈസ് എ പെയിൻ വിതൗട്ട് ലവ്. Pain is a sacrifice with love. So, pain is a pain without love.
whereas pain is a sacrifice with love. അപ്പം നല്ല കള്ളന്റെ ഭാഗം, thorn has rose and pain is a sacrifice with love. എന്നാൽ മോശമായ കള്ളൻ, അവന്റെ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ rose plant has a thorn. Rose plant has a thorn. Or we can say pain is a pain without love. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ യേശു നമ്മളോടൊപ്പം ഉണ്ട്. അവിടെ സ്വർഗം ആയി വരിക യേശുവാണ് നമ്മുടെ ജീവിതത്തിൽ. So Jesus becomes the paradise in our pain. Let's remember always that. ഈ മോശമായ കള്ളന് വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അവൻ മറ്റുള്ളവരുടെ മേലില് ഞാനൊരു കുറ്റവും ചെയ്തില്ല എന്നുള്ളൊരു മനോഭാവമായിരുന്നു അവനിൽ കാണാൻ സാധിച്ചത്. നമുക്കും ചില സമയത്ത് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഗ്ലാസ് ഇതുപോലെ മേളിലോട്ട് വെച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ആർക്കെങ്കിലും ഞാൻ ചോദിക്കും, എവിടെ എൻ്റെ ഗ്ലാസ്? മറ്റുള്ളവരുടെ മുമ്പിൽ, മറ്റുള്ളവരുടെ മേലെ നമ്മൾ തെറ്റുകൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവം. നമ്മൾ തന്നെ തെറ്റുകാരായിരിക്കെ നമുക്ക് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കുറച്ച് വാക്കുകൾ കേൾക്കാം. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുക. For it is by grace you have been saved through faith, and this is not from yourself, it is a gift of God, not by words, so that no one can boast. അപ്പം സ്വർഗം നമുക്ക് ലഭ്യമാവുക നമ്മളൊരു ത്യാഗം ചെയ്തിട്ടല്ല. ആ നല്ല കള്ളന്റെ മനോഭാവം യേശുവോടൊപ്പം ചേരുകയാണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് സ്വർഗം കിട്ടാൻ പോകുന്നത് നമ്മൾ ഒത്തിരി നന്മകൾ ചെയ്തു കൂട്ടുന്നത് കൊണ്ടല്ല എന്ന് പറയുകയാണ് പൗലോസ് അപ്പോസ്തലൻ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ. ഇറ്റ് ഈസ് എ ഗ്രേസ്. സ്വർഗം എന്ന് പറയുന്നത് ഒരു ദാനമാണ്. അത് നമ്മുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ദാനമാണ്. അതുപോലെ തന്നെ ലൂക്കായുടെ സുവിശേഷം 7:50 പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 7:50 പറയുന്നുണ്ട്, യുവർ ഫെയ്ത്ത് ഹാസ് സേവ്ഡ് യു. അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഉണ്ടാകേണ്ടത് യു നീഡ് ടു ഹാവ് ദ ഫെയ്ത്ത്. യു നീഡ് ടു ഹാവ് ദ ഫെയ്ത്ത്. അപ്പോൾ രക്തചുരുക്കത്തില് സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് നമുക്ക് യേശുവിൻ്റെ സ്നേഹത്തില്, യേശുവിൻ്റെ സ്വർഗ അനുഭവത്തില് അത് ഏറ്റെടുക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ. 1-2 വാക്യങ്ങളൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 2 കൊരിന്തോസില് 12-ാം അധ്യായം 3-4 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുക. And I know that this man, whether in the body or apart from the body, I do not know, but God knows, was caught up to paradise. He heard inexpressible things that man is not permitted to tell. 2 കൊരിന്തോസില് 5:8 പറയുന്നു, we are confident, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, I say, and would prefer to be away from the body and at home with the Lord. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നോടൊപ്പം വേദനകൾ സഹിക്കാൻ ഞങ്ങളുടെ നല്ല കള്ളനെ പ്രതീകമായിട്ട്, ലോകത്തിൻ്റെ പ്രതീകമായിട്ട് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ കർത്താവ് ഈ സഹനങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് തന്നത് അല്ലെങ്കിൽ തരുന്നത്, ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ ചില സമയത്ത് കർത്താവെ നിന്റെ വേദനയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴതൊന്നുമല്ല. ഞങ്ങൾക്ക് സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ കൃപയുണ്ടാകണമേ. നിന്റെ ദാനമായി തരുന്നതായ പറുദീസ കർത്താവെ അത് അനുഭവിക്കുവാനുള്ള കൃപയും പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ ഞങ്ങൾക്ക് തരണമേ. ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം.
സർവശക്തനായ ദൈവമേ, നിന്നോട് പാപം ചെയ്യുന്നവർക്കും വേണ്ടിയും നിന്നെ ഉപേക്ഷിക്കുന്നവർക്ക് വേണ്ടിയുമുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവർ സത്യമാനസാന്തരം നൽകുവാനും നിന്റെ സേവനത്തിനായുള്ള വാഞ്ച കൊണ്ട് അവരെ നിറപ്പാനും നിനക്കിഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് സത്യ അനുതാപം തരുവാനും ഞങ്ങളുടെ പാപങ്ങളും ഉപേക്ഷകളും അറിയായ്മയും എല്ലാം ക്ഷമിപ്പാനും നിന്റെ വിശുദ്ധ വചനപ്രകാരം ഞങ്ങളുടെ നടപ്പുകളെ നന്നാക്കുവാനായി നിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ ധരിപ്പാനും നിനക്കിഷ്ടമുണ്ടാകണമേ. പാട്ട് കീർത്തനം ഹിം 113 1ഉം 4ഉം സ്റ്റാൻസ നമുക്ക് ആലപിക്കാം. ക്രിസ്തുവിന്റെ മൂന്നാമത്തെ തിരുമൊഴി യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 26-ഉം 27-ഉം വാക്യങ്ങൾ. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ. Woman, behold thy son. To the disciple, behold thy mother. അല്പസമയം നമ്മുടെ ചിന്തകളെ ഈ കുരിശിന്റെ ചുവട്ടിലേക്ക് നമുക്കൊന്ന് കൊണ്ടുപോകും. ക്രിസ്തുവിന്റെ അവസാന നിമിഷങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. എന്താണ് അവിടുന്ന് ക്രിസ്തു നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? What was Jesus trying to say to the world during this last moment? ഇതിനെ സംബന്ധിച്ച് 2 ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവെക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, God will never leave you alone. ദൈവം ഒരിക്കലും ആരെയും ഒറ്റയ്ക്ക് വിടുകയില്ല. ഈ കുരിശിന്റെ അവിടേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ഏരിയൽ വ്യൂ ഉണ്ടാകുന്നത് നല്ലതാണ്. അതായത് ക്രിസ്തു കുരിശിൽ കിടക്കുന്നു, യോഹന്നാനും മേരിയും അവിടെ നിൽക്കുന്നു. മറിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തന്റെ സ്വന്തം ജീവനിൽ കൂടി, സ്വന്തം പ്രാണനിൽ കൂടി ഒരു വാൾ കയറുന്ന സമയമാണിത്. അതുപോലെ യോഹന്നാനെ സംബന്ധിച്ച് പറയുമ്പോൾ യേശു ഏറ്റവും സ്നേഹിച്ച ശിഷ്യനാണ് യോഹന്നാൻ.
അങ്ങനെ രണ്ടുപേര് കർത്താവിനെ ഏറ്റവും അടുത്ത് സ്നേഹിച്ച രണ്ടുപേർ അവിടെ നിൽക്കുമ്പോൾ കർത്താവ് അത് നന്നായിട്ട് മനസ്സിലായിക്കൊണ്ട് തന്റെ മരണവേദനയിൽ കൂടെ കടന്നു പോകുമ്പോഴും കർത്താവ് പറയുന്നു, മേരിയോട് പറയുന്നു, വുമൺ ബിഹോൾഡ് ദൈ സൺ. അതായത് ഒരു പക്ഷേ എല്ലാവരും കൈവിട്ടു എന്ന് തോന്നുന്ന ഒരു നിമിഷമായിരിക്കും മേരിക്ക് അതുകൂടെ. അന്നേരവും മേരി പറയുന്നത്, മേരി വളരെ ആ കുരിശിന്റെ ചൂട്ടിൽ നിൽക്കുമ്പോൾ യേശു മേരിയെ കരുതുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഏത് അവസ്ഥയിൽ കൂടെ പോയാലും കർത്താവ് നമ്മളെ കരുതുന്ന ഒരു ദൈവമാണ്. ഹി ഓൾവേസ് കെയർസ് ഫോർ യു. അതുപോലെ തന്നെ പത്രോസ് 1 പത്രോസ് 5:3 നമുക്ക് കാണാം, give all your worries to the Lord and cares to the Lord and he will care for you. നമ്മുടെ കൂട്ടത്തില് ഇന്ന് നമ്മുടെ ഈ പ്രത്യേക അവസരത്തിൽ നമുക്കറിയാം പല ആൾക്കാരും ഈ COVID-19 ബന്ധപ്പെട്ട് ഒറ്റയ്ക്ക് കഴിയുന്ന ആൾക്കാരുണ്ട്. അതായത് മേരിയെ പോലെ ഒറ്റയ്ക്ക്. അല്ല യോഹനാന്റെ ഒരു ആ ഒരു അവസ്ഥ നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്കറിയാം, യോഹനാൻ ഒരു പക്ഷെ എല്ലാവരും ഉണ്ട്, സ്വന്തം അമ്മ പോലും അവിടെ കുരിശിന്റെ ചുവട്ടിലുണ്ട്. ബട്ട് അവിടെയൊക്കെയും എപ്പോഴും യോഹനാന്റെ സുവിശേഷം യേശു സ്നേഹിച്ച ശിഷ്യൻ, എപ്പോഴും യേശുവിന്റെ മാറോട് ചേർന്ന് നിന്ന ശിഷ്യൻ. യോഹനാനെ നമുക്ക് എപ്പോഴും മറ്റൊരു ബാക്കിയുള്ള ശിഷ്യന്മാരിൽ നിന്ന് ഓൾവേസ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് ഒരു ഏകാന്തത, മറ്റുള്ളവരിൽ നിന്ന് ഒരു ഏകാന്തത അനുഭവിക്കുന്ന ഒരു ശിഷ്യൻ. അങ്ങനെയുള്ള ആ ശിഷ്യനെയും ദൈവം കെയർ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഫേസ്ബുക്കിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. പക്ഷെ എന്നാലും at some point of time there is a time when we feel the loneliness, and I just want to remind you that God knows you. He has the aerial view and he will always take care of your worries and he will work for you. So ഇതിന്ന് രണ്ടാമത്തെ ഒരു ചിന്ത ഇതുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ വാക്യത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണുന്നത് ആ നിമിഷം തൊട്ട് യോഹന്നാന് യേശുവിനെ ടേക്ക് കെയർ ചെയ്തു എന്നുള്ളതാണ്. സോ ഹൗ am I taking the responsibility to stand with the lonely? ദൈവം നമുക്കൊരു ഇത് കർത്താവ് എല്ലാവരോടുമായി പറഞ്ഞാണ്, നിങ്ങൾ മറ്റുള്ള ഒരാൾക്ക് കൂട്ടായിരിക്കണം, അതായത് മറ്റുള്ളവരെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളത്. അന്നേരം നമ്മൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഇന്നത്തെ നമ്മുടെ അനുഭവത്തിൽ how are we doing it in our life? നമ്മൾ ഈ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത്? അതായത് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്നാണ് ഇതിനെ ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന് പറയുമ്പോൾ ഇത് ഒരു അപ്പൻ മക്കൾ അങ്ങനെ ഒരു ബന്ധുക്കാർ തന്നതിലുപരിയായി ഇതൊരു ദൈവികമായ സ്നേഹത്തിന്റെ ഒരു ഫെലോഷിപ്പാണ്. അതുപോലെ ഇറ്റ്സ് എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. അത് ചുമ്മാ നമ്മൾ ഒരു ഫെലോഷിപ്പ് ആയിട്ട് അങ്ങനെ കൂടുന്നതിലുപരി ഇതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട്, ഹൗ ആർ യു ടേക്കിംഗ് ഇറ്റ് ആസ് എ ചാലഞ്ച് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡൂയിങ് ഇറ്റ്. മൂന്നാമത് ഇത് ദൈവത്തോടുള്ള നമുക്ക് അവസാന നിമിഷത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. സോ നമ്മളെല്ലാവരും ആ ഒരു കർത്താവിന് കണക്ക് ബോധിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ എത്ര പേരോട് നമ്മൾ എസ്പെഷ്യലി ഈ ഒരു അവസരത്തിൽ have you checked with your friends whether they are all right at this point of time? They may also be isolated or they may not be going out, but are you worried about the other person? So യേശു കർത്താവ് നമ്മളോട് പറഞ്ഞതും ഇത് തന്നെയാണ്, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കെയർ ചെയ്യുക. സോ രണ്ട് മെയിൻ ചിന്തകളാണ് ഞാൻ പറയാനായി ആഗ്രഹിച്ചത്. ഒന്ന്, he will never leave you alone. ദൈവം ഇതൊരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ബേസിക്കലി ഒരു ബോബി ജോസ് അച്ഛന്റെ ചിന്തയിലൊക്കെ പറഞ്ഞ ഇതൊരു മൈത്രിയുടെ സുവിശേഷമാണ്, മറ്റുള്ളവരെ കൂടെ കെയർ ചെയ്യുക എന്നുള്ള ഒരു സുവിശേഷം. രണ്ടാമത്തെ ചിന്ത ഞാൻ നിങ്ങൾക്കായി അവതരിപ്പിച്ച് ഇറ്റ്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ക്രിസ്ത്യൻ ഫെലോഷിപ്പ്. കർത്താവ് നമ്മളോട് പറഞ്ഞത് നമ്മൾ വിശ്വസ്തരായി ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇന്നത്തെ ദിവസം നമ്മുടെ അടുത്തുള്ള ആരെങ്കിലും നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടോ? Have you checked with anybody that they're all okay? So ഈ രണ്ട് ചിന്തകളാണ് ബേസിക്കലി എനിക്ക് ഈ ഒരു ഭാഗവുമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് അല്പസമയം ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാം.
Can you become a friend for somebody? Are you ready to take the challenge to be a friend of somebody today? അല്പസമയം ഈ വിഷയങ്ങളെ ഓർത്ത് നമുക്ക് മൗനമായി ദൈവസന്നിധി ഇരിക്കാം. ആദരിക്കുകയും എല്ലാ ഭൗതിക ബന്ധങ്ങളെയും വിശദീകരിക്കുകയും ചെയ്ത വാഴ്ത്തപ്പെട്ട രക്ഷിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ. വിശിഷ്യ ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും അർഹിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരോടുള്ള കടമകളും കടപ്പാടുകളും നിറവേറ്റുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. മനുഷ്യ സമൂഹമാകുന്ന കുടുംബത്തിൽ അവശരും ആർത്തരും ആലംബഹീനരുമായുള്ള സകല ആളുകളെയും കുറിച്ചുള്ള വലിയ ഹൃദയഭാരം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആപത്തിലും ആവശ്യത്തിലും അനർത്ഥത്തിലുമായിരിക്കുന്ന എല്ലാവർക്കും തുണയും സഹായവും ആശ്വാസവും നൽകുവാൻ നിനക്കിഷ്ടമുണ്ടാകണമേ. പാട്ട് കീർത്തനം ഹിം 113 1ഉം 5ഉം സ്റ്റാൻസ നമുക്ക് ആലപിക്കാം. The fourth word from the cross is taken from the Gospel according to Mark, chapter 15, verse 34. My God, why hast thou forsaken me? So good morning, everyone. I hope everyone is well today. Before I begin, I would just like to extend my thanks to the committee members, Dion as well, for giving me this chance to speak in front of you. I think despite the difficult circumstances all of us are in, it's great that God has still given us a way of coming together and learning just a bit more about God's word, and that is my sincere wish for everyone today. I would just like to
read out the previous verse that was not included on the slide, as I would like to pick out some ideas that were not presented in that particular slide. At noon, the whole country was covered with darkness, which lasted for 3 hours. At 3 o'clock, Jesus cried out with a loud shout, Eloi, Eloi, lema sabachthani, which means, my God, why did you abandon me? So I would say over the last few days when I sat down to plan this reflection, 2 questions prominently reoccurred in my mind. The first is, how do we understand, how do we consider this statement where Jesus says, is it a true reflection of God's own abandonment of his own son? And secondly, if so, what are the implications for our faith, the way we live our lives as Christians today, if that abandonment is actually the case? So I've structured my reflection so that it centers on 3 key themes which I found to be salient in my understanding of this passage in Mark. The first theme will center around the idea of darkness. How can we understand why this was put into the verse, into this passage? What is the symbolic significance of darkness? Secondly, we have the strong idea of abandonment. Should we interpret this as Jesus's cry against God, or is it his cry to God? And finally, we have the message. What can we take away as Christians from this passage? What can we take away as a principle and apply within our day-to-day lives? So let's first proceed with the theme of darkness, something which I found to be quite noticeable, a darkness which covered a whole country for 3 hours, a considerably long period of time. Now, beyond just the physical understanding that there was darkness which covered a nation, I think darkness speaks to 2 underlying symbolic reasons. The first is darkness speaks to the spiritual blindness of the people, especially the people who formed part of the establishment, the Roman soldiers who were there, who witnessed this act, who were not able to appreciate, let alone understand, the ultimate sacrifice that Jesus did for us. And secondly, darkness itself speaks to the enormity of our sin, the sheer scale of our sin. So I'll deal with each sub-idea separately. Now, as with most things in the Bible, it's difficult to overlook where passages echo or reflect what has been said in the Old Testament. And this is exactly the case in Mark in chapter 15. So to demonstrate the spiritual blindness, if we turn our attention to Isaiah, specifically Isaiah chapter 53, the spiritual blindness notion resonates a lot in this particular chapter. I will just read out verses 4 to 6. But he endured the suffering that should have been ours, the pain that we should have borne. All the while, we thought that his suffering was punishment sent by God. But because of our sins, he was wounded, beaten because of the evil we did. We are healed by the punishment he suffered, made whole by the blows he received. Now, verse 6 is particularly noteworthy. All of us were like sheep that were lost, each of us going his own way. But the Lord made the punishment fall on him, the punishment all of us deserved. Again, the use of the imagery of sheep. Without a shepherd, sheep they have no direction to go. They are completely wayward in their existence, you could say. And that in itself demonstrates how we can be spiritually wayward, spiritually directionless, if you like, without our shepherd, Jesus. Now, to turn to the second sub-theme of the enormity of our sin as Christians, as people living today, if we turn to Isaiah, but this time in Isaiah chapter 60, the first 2 verses demonstrate this and support this notion. It begins like
Arise, Jerusalem, and shine like the sun. The glory of the Lord is shining on you. Other nations will be covered by darkness, but on you the light of the Lord will shine. The brightness of his presence will be with you. Again, showing a darkness which is capable of covering an entire nation. That in itself demonstrates the scale and the potential of darkness to creep into our lives, and how we must always be attentive to the temptations of this world. We must remain, as much as possible, strong in our faith in Jesus. Now, the common denominator, if you like, between all three passages that I've just read out is Psalms 22, of course, that featured in today's service. A psalm which was, of course, written by David, a psalm which starts off with the same words, my God, why did you abandon me? But also a psalm which was written 1,000 years before the crucifixion. Within the psalm, we have many references which foretell Jesus' crucifixion. For example, verse 7 and 8, all who see me jeer at me. They stick out their tongues and shake their heads. You relied on the Lord, they say. Why doesn't he save you? If the Lord likes you, why doesn't he help you? And then in verse 18, they gamble for my clothes and divide them among themselves. There's another interesting verse which doesn't leap out as something which resonates with the crucifixion, but something which I found to be quite important. It's in verse 12 of Psalm 22. Many enemies surround me like bulls. They are all around me. Now, what's interesting about this verse is that some interpretations of the Bible use the word encircle instead of all around me or surround me. And the Hebrew translation of the word encircle means crown or to crown. And of course, crown represents visually the crown of thorns that Jesus wore on the cross. So I think within this theme of darkness, we shouldn't just immediately consider that darkness is something physical. It's something much more than that. It actually speaks to our spiritual insecurities, our spiritual vulnerabilities. So now turning our attention to the theme of abandonment. From what I understand, as confusing as what I'm going to say sounds, it's not exactly an expression of abandonment, but paradoxically an expression of hope in God. I will unpack this now. If we look at the title of Psalm 22, it's a cry of anguish and a song of praise. Now, if you look at the latter part of that title, it speaks to the redeeming act of Jesus, the resolution of the story of the crucifixion, which is the resurrection. If I just read out the last two verses of Psalm 22, it clarifies what I'm saying. It says, future generations will serve him. They will speak of the Lord to the coming generation. People not yet born will be told, the Lord saved his people. So again, this demonstrates that we shouldn't look at the crucifixion story in isolation. It should be borne in mind. The resurrection is, of course, the crucial element which we should always bear in mind when considering the crucifixion act. Something which also clarifies this idea of abandonment is that we should always distinguish between a belief and an emotion. So a belief and an emotion. Now we experience, as humans, human emotions in various ways and in various lengths. The latter, emotion, as opposed to belief, is common in spiritual life as it is in our average lives. As Christians, we might have the belief in God, but do we always have the feeling, the emotion that he is near with us at all times? So I'd like each one of you to consider this question. You know, at a time when everything is literally a Google search away, it's just an online search away. Are we spiritually brave? Are we spiritually patient enough to feel that God is near us at all times? And now the third theme, which I found to be the most impressionable, which is the message.
The renowned German theologian Martin Luther himself struggled a lot in trying to understand what this passage in Mark was all about. He famously is having quoted as saying, "God forsaking God, who can understand it?" But I think Jesus's reality, his statement, leaves us with two things to consider, two things to ponder. The first is, just as Jesus said on the cross, my God, why did you abandon me?" That demonstrates that God wants to hear what is in our hearts. The prayers, the words we use when we pray are the words of trust we have in God. It affirms that trust. And we have to be brave, just like Jesus was on the cross, exclaiming this statement, which initially seems confusing, but actually affirms our faith, Jesus' faith in God. And secondly, as people, as Christians, as average individuals, when we experience difficulties, whether it be financial, physical, mental, we always need to bear in mind that Jesus has been there too, but on a much, much more larger scale. So these are two things that I'd like to specifically focus in on. So to summarize, I'd just like to read a passage that I found in Hebrews chapter 4, towards the end of chapter 4, verses 14 to 16, which I think summarizes what I've said so far, but crucially answers the two questions that I had at the beginning. And afterwards, we will have a quiet moment of reflection in prayer. Let us then hold firmly to the faith we profess. For we have a great high priest who has gone into the very presence of God, Jesus, the Son of God. Our high priest is not one who cannot feel sympathy for our weaknesses. On the contrary, we have a high priest who was tempted in every way possible, but did not sin. Let us have confidence then and approach God's throne with where there is grace. There we will receive mercy and find grace to help us just when we need it. So let us now have a quiet moment of reflection. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളുടെ ബലഹീനതകളെ കരുണയോടെ നോക്കണമെന്നും ഞങ്ങൾക്ക് ഏറ്റവും ന്യായമായി വരേണ്ടതായ സകല ദോഷങ്ങളെയും ഞങ്ങളിൽ നിന്നും നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് അകറ്റിക്കളയണമെന്നും ഞങ്ങൾ നിന്നോട് താഴ്മയായി അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സകല ഉപദ്രവങ്ങളിലും ഞങ്ങൾ ഞങ്ങളുടെ പൂർണ്ണ ആശ്രയത്തെയും വിശ്വാസത്തെയും നിന്റെ കരുണയിൽ വെച്ച് നിനക്ക് ബഹുമാനത്തിനും മഹത്വത്തിനുമായി വിശുദ്ധിയോടും നിർമ്മലതയോടും നടന്ന് എപ്പോഴും നിന്നെ സേവിക്കേണ്ടതിന് ഞങ്ങളുടെ ഏക മധ്യസ്ഥനും കാര്യസ്ഥനും കർത്താവുമായ യേശുമിശിഹ മൂലം കൃപ ചെയ്യണമേ. നിൽക്കുന്നവരെ ബലപ്പെടുത്തുവാനും മനസ്സുറപ്പില്ലാത്തവരെ സഹായിച്ച് ആശ്വസിപ്പാനും വീഴുന്നവരെ എഴുന്നേൽപ്പിപ്പാനും ഒടുക്കം സാധാരണ ഞങ്ങളുടെ പാദങ്ങൾക്ക് കീഴിൽ ചതച്ചു കളയുവാനും നിനക്ക് ഇഷ്ടമുണ്ടാകണമേ. പാട്ട് കീർത്തനം ഹിം 113 1ഉം 6ഉം സ്റ്റാൻസ ആലപിക്കാം. Glory.
അഞ്ചാം വചനം, 5th lesson. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 28-ാം വാക്യം. Gospel of John, chapter 19, verse 28. എനിക്ക് ദാഹിക്കുന്നു. I thirst. മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ അവസാന നിമിഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഏകദേശം 6 മണിക്കൂറോളം ആയിട്ടുണ്ടാവും യേശു കുരിശിൽ കിടന്നിട്ട്. യേശുവിന് ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. നാവ് തീർച്ചയായിട്ടും വരണ്ടിട്ടുണ്ടാവും. ആ വരണ്ട നാവിൽ നിന്നും ശക്തമായ വചനങ്ങളാണ് ഉരുത്തിരിയുക. I am thirsty. I thirst. ഇത് ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് വേണ്ടി മരിച്ച യേശു, ആ യേശു മനുഷ്യനായി തന്നെ, പച്ചയായ മനുഷ്യനായി തന്നെ, ആസ് എ ഹ്യൂമൻ ഫ്ലഷ്, that Jesus literally dies for our sins. It also indicates the physical thirst. Let's not forget that. പക്ഷെ അതിനേക്കാളും ഉപരിയായിട്ട്, there is much more than the physical thirst. There was a spiritual thirst aspect which we need to understand. I'm going to tell you a story of a pastor named ബാബു ജോൺ വേട്ടമല. നിങ്ങൾ ഒരുപക്ഷെ ബാബു ജോൺ വേട്ടമലയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. യൂട്യൂബിൽ അടിച്ചു നോക്കിയ അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായ പ്രസംഗങ്ങൾ കേൾക്കാൻ സാധിക്കും. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരനാണ്. കൊച്ചിയിൽ വളർന്ന ബാബു ജോൺ വേട്ടമല കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് നാട്ടിലുണ്ട്, ഇവിടെ ഉണ്ട്, UK-യിലുണ്ട്. ഞാൻ അദ്ദേഹത്തെ 3 മാസം എൻ്റെ ഹോസ്പിറ്റലിൽ നേഴ്സ് ചെയ്തതാണ്, ശുശ്രൂഷിച്ചതാണ്. ജോൺ വേട്ടമലയുടെ ജീവിതം അവസാനിച്ചു തന്നെ എന്ന് ഡോക്ടേഴ്സ് പലരും വിധി എഴുതിയതാണ്. ഇപ്പൊ ഏകദേശം 50 വയസ്സ് കാണും അദ്ദേഹത്തിന്. ഞാൻ ചില സന്ദർഭങ്ങൾ അദ്ദേഹത്തെ പോയി കാണാറുണ്ട്. സൗത്ത് ഹോളിലാണ് അദ്ദേഹം താമസിക്കുന്നത്. വളരെ ദിവ്യനായ ഒരു മനുഷ്യൻ. ഞാൻ അദ്ദേഹത്തിന്റെ ചുവട്ടിലിരുന്ന് ചില സമയത്ത് ദൈവവചനത്തെക്കുറിച്ച് ഒന്ന് വ്യാഖ്യാനിച്ചു തരാനായിട്ട് ആവശ്യപ്പെടുമായിരുന്നു. അപ്പം മരണത്തെ പേടിയില്ലയോ, അല്ലെങ്കിൽ ചില സമയത്ത് ഞാൻ ചോദിക്കും, പാസ്റ്ററിന് സ്വന്തമായിട്ട് പ്രാർത്ഥിച്ച് ഈ രോഗം മാറ്റിക്കൂടെ? എത്രയോ പേരെ സുഖപ്പെടുത്തിയ ഒരു മനുഷ്യനാണ്. Why not you pray for yourself and let a miracle happen in your life? എന്ന് ചോദിക്കുമ്പം പാസ്റ്റർ എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, Dion, don't worry about my life. ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ ദൈവം എപ്പോഴെന്നെ വിളിക്കുമ്പം ഞാൻ പോകാൻ തയ്യാറാണ് എന്ന്. 50 വയസ്സ് മാത്രമേ ഉള്ളൂ. അദ്ദേഹം അധികം ജീവിച്ചിട്ടില്ല. പക്ഷേ ആ ദൈവസ്നേഹത്തിൽ നിന്നും ഉരുത്തിരിയുന്ന വാക്കുകളാണ്. എന്ന് പറയുന്നത് പോലെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശുവിനൊരു ആത്മീയ ദാഹമുണ്ട്. ആ ആത്മീയ ദാഹം കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മളോടുള്ള സ്നേഹമാണത്. ഫിസിക്കലി നമ്മൾ ചിന്തിക്കുമ്പം നമുക്ക് ചിന്തിക്കാം, it's possible to think that physical thirst was to quench the thirst of the physical body. It's actually more than that. That was the love for us. യേശു ആ പട്ടാളക്കാര് കൊടുത്ത ചൊറുക്ക, വിനേഗർ, not even wine, that was a poshka, they call it. Did he drink that? He did. അവന്റെ അവസാന തുള്ളി വരെ കിട്ടത്തക്ക രീതിയിൽ, അതായത് യേശു പറഞ്ഞു, ഈ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്ത് കളയണേന്ന് യേശു ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതാണ്.
ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ. പക്ഷെ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് യേശു പറയുമ്പോഴും, അതെ, ദൈവത്തിന്റെ ഇഷ്ടം, പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് ഈ അവസാന നിമിഷം വരെയും, അതായത് when he is trying to drink the last vinegar, അപ്പോഴും ആ തേഴ്സ്റ്റില് ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ നമുക്കറിയാം, മരണാവസ്ഥയിൽ നമ്മൾ അവർക്ക് പഞ്ഞിയിൽ അല്പം വെള്ളം തൊട്ട് കൊടുക്കുമല്ലോ എന്ന് പറയുന്നത് പോലെ, യേശുവിന്റെ മരണാവസ്ഥ മനസ്സിലാക്കിയ പട്ടാളക്കാര് യേശുവിന് ചൊറുക്ക കൊടുക്കുന്ന നിമിഷങ്ങളാണ്, മരിക്കാറായി എന്ന് പറയുന്ന നിമിഷങ്ങളാണ്. അപ്പൊ ആ സന്ദർഭത്തില് യേശുവിന്റെ മനസ്സിലൂടെ കടന്നുപോയത് ആ തേഴ്സ്റ്റ്, ലോകത്തിന് മുഴുവനും സ്നേഹിക്കുന്ന യേശുവിന്റെ ആ തേഴ്സ്റ്റ് ആയിരുന്നു. ആ യേശു അവർക്ക് വേണ്ടി ദാഹിച്ചു, നമ്മുടെ പാപങ്ങൾ പൊറുക്കത്തക്ക രീതിയിൽ അവിടുന്ന് ആ അവസാന തുള്ളി വരെ. It's like this. So Jesus drank the vinegar as purification of sin of the whole world by quenching his thirst, by opening the gate of heaven. യേശുവിനെ ശപിക്കാമായിരുന്നു എല്ലാരെയും. No curse or blame did he show, neither any anger to anybody. After having drunk the cup of suffering which is sent by the Father, he takes even the last drop of that vinegar. According to St. Peter, പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുക, 2-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: He committed no sin, no deceit was found in his mouth. So when they hurled their insult at him, he did not retaliate. When he suffered, he made no threats. Instead, he entrusted himself to him to judge, who judges justly. അതുപോലെ തന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 53-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: He himself bore out sins in his own body on the tree, so that we might die to sins and live righteousness. By his wounds you have been healed. So Jesus' willingness or obedience to death was without any hesitation to the plan of God. And we will read in Philippians chapter 2:8, it says, and being found in appearances as a man, he humbled himself by becoming obedient to death, even death on cross. ഈ ഭാഗം, ഈ തേഴ്സ്റ്റിന്റെ കാര്യം പറയുമ്പം മറ്റൊരു വചനഭാഗം നമ്മളെ എല്ലാരെയും ഓർപ്പിക്കുന്നത്. So when we read the passage on thirst, what reminds us is the Gospel of Matthew chapter 25 verse 31-46. അവിടെ പറയുന്നതാണ്: I came hungry and you gave me food. I was thirsty and you gave me something to drink. I was stranger, you welcomed me. I was naked and you gave me clothing. I was sick and you took care of me. I was in prison and you visited me. ഇതായിരുന്നു യേശുവിൻ തൻ്റെ മക്കൾക്ക് നൽകിയ സമ്മാനം. ഇതാണ് തൻ്റെ നമ്മൾ മറ്റുള്ളവരെ സേവിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ, ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുമ്പോൾ, ഇതൊക്കെ ചെയ്തപ്പോഴൊക്കെയും നമ്മൾ ഓർക്കണം, നമ്മൾ യേശുവിന് വേണ്ടിയായിരുന്നു ഇതൊക്കെ ചെയ്തതെന്ന്. കൊറോണ പിടിച്ചിരിക്കുന്ന ഒത്തിരി രോഗികളുണ്ട്. അവരെയൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ ഇന്നലെ ഒരു അച്ഛനെ ശുശ്രൂഷിക്കുകയായിരുന്നു, കൊറോണ പിടിച്ച ഒരു വൈദികന്. അപ്പൊ ആ വൈദികൻ, ഞാൻ ഓർക്കായിരുന്നു, പെസഹ എന്നെ സംബന്ധിച്ചിടത്തോളം പാദം കഴുകൽ ശുശ്രൂഷ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ അത്
പൂർത്തീകരിച്ചത് ആ രോഗികളെ കുളിപ്പിച്ചപ്പോഴും വൃത്തിയാക്കിയപ്പോഴുമാണ്. ഇറ്റ്സ് ഹാർട്ട് ബ്രേക്കിംഗ്. പലരും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പല ഹെൽത്ത് കെയർ അസിസ്റ്റൻസും എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ആ റൂമിൽ പോകുന്നില്ല. കാരണം അതിൻ്റെ ഡ്രോപ്ലെറ്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൊറോണ ബാധിക്കും. എന്തിന്? യേശു നമ്മളെ കഴുകി ശുദ്ധീകരിക്കും. നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. ഒരു കൊറോണയും നമ്മളെ ബാധിക്കത്തില്ല. എന്ത് കൊറോണ? കൊറോണ നമ്മുടെ മുമ്പിൽ മരിച്ച്, യേശു നമ്മുടെ മുമ്പിൽ മരിച്ചു. ഈ മനുഷ്യരിലൊക്കെ കൊറോണ ഉണ്ട്. ഈ കൊറോണ ഉള്ള മനുഷ്യരിലെല്ലാം യേശു ഉണ്ട്. യേശു വന്നു കഴിഞ്ഞ് ആ ദാഹിച്ച യേശുവിനെ നമ്മൾ ഈ ദാഹിക്കുന്ന മനുഷ്യരിൽ കാണണം. അവർ രോഗസൗഖ്യം ആഗ്രഹിക്കുന്നു. അവരുടെ അടുക്കിലേക്ക് നമ്മൾ പോകണം. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവരും നഴ്സിംഗ് ചെയ്യുന്നവരല്ല എന്ന് വരികിലും നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ഏതൊക്കെ രീതിയിൽ ഈ രോഗത്തെ കീഴടക്കാൻ അവിടെയൊക്കെ യേശു ഉണ്ട് നമ്മൾ ഓർക്കണം. യേശുവിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കാനായിട്ട് സാധിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം, മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ യേശു നമ്മളെ ദാഹിക്കുന്നവനായിട്ട് പലരിലൂടെയും യേശു കടന്നു വരുന്നുണ്ട്. ആ യേശുവിനെ ശുശ്രൂഷിക്കാനായിട്ട്, മറ്റുള്ളവരിൽ ആ യേശുവിനെ ശുശ്രൂഷിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. വാഴ്ത്തപ്പെട്ട രക്ഷിതാവായ യേശുവേ, നിന്റെ പ്രാണവേദനയാലും ശാരീരിക ദാഹത്താലും ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള നിന്റെ അടങ്ങാത്ത ദാഹത്തെ നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുവല്ലോ. നിന്റെ കഷ്ടപ്പാടിന്റെ പുണ്യങ്ങളാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിച്ചു. സകല മനുഷ്യരുടെയും രക്ഷയ്ക്കു വേണ്ടി വാഞ്ചിപ്പാനും പ്രാർത്ഥിപ്പാനും പ്രയത്നിപ്പാനും ഞങ്ങളെ മനസ്സുള്ളവരാക്കണമേ. നീ സ്നേഹിച്ച ലോകത്തെ സ്നേഹിപ്പാനും നിന്റെ ജനത്തെ ശുശ്രൂഷിപ്പാനും ഈ തലമുറയിൽ സാമൂഹിക നീതി കൈവരുത്താനും വേണ്ടിയുള്ള നിന്റെ ദാഹത്തെ ശമിപ്പിപ്പാനും ഞങ്ങൾക്ക് കൃപ തരണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ശരീരത്തിലോ മനസ്സിലോ കഷ്ടപ്പെടുന്ന എല്ലാവരുടെയും മേൽ കരുണയുണ്ടായി സകലവും സഹിപ്പാൻ അവർക്കും ക്ഷമയും വിശ്വാസവും നൽകുവാൻ നിനക്ക് ഇഷ്ടമുണ്ടാകണമേ. ഏഴും സ്റ്റാൻസ പഠിക്കാം.
Today's lesson on the sixth lesson is from the Gospel according to John, chapter 19, verses 30. It is finished. Before I go into today's look at this verse, I'd like to take the opportunity to thank God and also thank our Retchen and the committee members for giving me this opportunity to share and look at this verse in more detail. I'd like us just to read the verse a bit, because I think in the Bible it explains it a bit more. So again, I'm reading this from John chapter 19, verses 30. When he had received the drink, Jesus said, "It is finished." With that, he bowed his head and gave up his spirit. So I was trying to look at this verse over the past few days, and I've been racking my brain to try and identify to this verse. Over this period of COVID-19, all of us are stuck at home. We're kind of jailed to home. One of the things that does help us, so the silver lining of this was, I walked past, so by our house, there are two big hedges. Okay, so there's this ivy creeper hedge that is there on our garage, by our garage. And every time I walk past this, this goes berserk. It goes all over. It's a creeper, right? So it goes everywhere. So, past few months I've been going past this and saying, look, I have to find some time to cut this down, to trim this down, to get it into shape. But something or the other comes up and I don't get time. And, thankfully we are all stuck at home. And so on Tuesday, last Tuesday, I took out my tools, I got my ladder out, and I started work at it. And, it was mental. It was, creepers were everywhere. It was going into the gutters and so on as well. And, I spent a good amount of time just cutting it down, getting everything out. And then the end of it, I just went back and say, I'm done. This is it. I'm finished. And I wanted to show the contradiction in how Jesus says this. So, after my whole toil and struggle on this side, I said, I am done. This is it. I have reached my peak. And, Jesus could have easily said that as well. He went through so much suffering. And the Bible details this beautifully. And it's so much suffering that he could have easily said, look, you know what? I'm done. This is it. I know I'm going to die, and this is it. I'm finished. But he said, no, it is finished instead. He knew very well that it is, he was doing God's will. And he knew very well that this is not a sad phase in his life, that he's dying. I mean, most of us, when we go through that time, it could be a sad thing that we're leaving behind some people or whatever we're going through. But Jesus had that, it was more of a cry of triumph. If you look at it in Mark chapter 15, verses 37, it says that with a loud cry, Jesus breathed his last. And I think, as Achan said, he took that drink when he was thirsty. He needed that last bit of energy, to just shout and cry out and triumph, to say that, look, my God, your will is done. I have accomplished your will. And, I also had, when I was doing the hedge, when I stepped back and looked at it, I had a feeling of, accomplishment. I had done something here. And I'm sure Jesus felt that in a much more bigger fashion. He was conquering sin here. He was defeating sin here. Death didn't have a power on its own here. And Jesus was trying to give out that message that it is not, that it is not, the story is not over. It's not been done here. And it's very important that we look at this. And I also tried to look at it from a physical point of view. So, there are a lot of people around the cross at this time. They're all looking at Jesus. They're all seeing, they're all in tears. And, some people are, the soldiers and stuff are playing there to find out his garments and whatever. And a lot of people are anxiously waiting. Is Jesus dying? Is he he's the Son of Man or Son of God. Would he have a dramatic fashion to come out? Everyone's waiting there. And Jesus, it clearly says,
he says in this last few verses of his time, he says, "It is finished." And I believe he said it for two things. It's clearly written that this is done so that, scriptures would come to pass. So that was one thing. And the other thing was, it confused me. Why would Jesus say this? Everyone's looking at him anyway. And Tarun encaps this very beautifully. So for the last 3 hours, there was darkness, right? So physically, there was darkness. People had enough time for their eyes to adjust or whatever to this darkness, this complete darkness. And Jesus wanted to make clear that, he is human, he is dying, that this is true, this is happening, that what he said before is happening right now. And the significance of this, "it is finished," in the actual Greek translation, it's a word called tetelestai, which is kind of a word which is kind of assumed as finished, but the exact translation is "paid in full." So it's a term that's been used a lot in accountancy or with money, with mortgages and stuff. People use this a lot at those times, and it literally means paid in full. And that's the kind of element that I wanted us to focus on, that, Jesus paid everything, all sin, everything that you can imagine in that space and time. He took it upon himself and paid it in full. The word also has a twist to it as well. So the reason why that word is being used is because it has a sense of the past. So it has the sense that whatever has been completed is in the past, but also it's being completed in the future. And that's exactly what Jesus came out to do. He came to this world to die for our sins and take up on sins. But the completeness, it's been completed on and on and on. So even today, every time that we take up on that mantle, that sin mantle, if you like, he has borne everything, all sin completely, everything. And that's the essence of this verse that we can think about and say that in everything that God has done, he in human form took up that whole sin that he had of all nations and bore it among himself. And I will leave you with four thoughts maybe on this passage. Christ, "it is finished" means that Jesus has overcome everything. So any kind of sin that would have been pushed upon man has been broken. As it says in Genesis, the seed of man would crush the serpent. In the same way, Jesus crushed sin. It also means that we have been set free. So there's nothing that can hold us down. There's no shackles or anything that can hold us down. There's nothing in this world. There's nothing in this world that can hold us down, because Jesus has taken it all and set us free. And he has paid it in full. So there's no sin that we could do or think or come up with that he hasn't taken up on that cross. And he has completely paid it in full. And also, I feel, means that, he loved us way more than we could even fathom. He had that desire and that love that he took up on that cross. And I want us to maybe think about these things and spend a little time silently in prayer. കർത്താവേ, ഞങ്ങളുടെ പ്രവൃത്തികളും ഞങ്ങൾ നിങ്ങൾ ആരംഭിച്ചു നടത്തി അവസാനിപ്പിച്ചു. ഞങ്ങൾ നിന്റെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ഒടുക്കം നിന്റെ കരുണ കൊണ്ട് നിത്യജീവൻ ലഭിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ചെയ്യുന്നതിലൊക്കെയും നിന്റെ മഹാ അൻപുകൾ കൃപ കൊണ്ട് ഞങ്ങളെ മുമ്പിടുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം
ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. നിന്റെ വിശുദ്ധ സ്നേഹമാകുന്ന ദാനം ഞങ്ങൾക്ക് നൽകുവാനും ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ക്ഷമിപ്പാനും അവസാനത്തോളം സ്ഥിരതയോടിരിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരുവാനും നിനക്കിഷ്ടമുണ്ടാകണമേ. ഏഴാമത്തെ അവസാനത്തെ കീർത്തനത്തിലേക്ക് നമ്മൾ പോവുകയാണ്, മൊഴിയിലേക്ക് നമ്മൾ പോവുകയാണ്. കീർത്തനം ഹിം 111 1, 8, 9 സ്റ്റാൻസയും നമ്മൾ ആലപിക്കുന്നു. ഏഴാം വചനം, 7th ലെസൺ, ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 46-ാം വാക്യം. Gospel of Luke, chapter 23, verse 4-6. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. Father, into thy hands I commend my spirit. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഞാൻ ആ സ്പിരിറ്റ് എന്നുള്ള വാക്ക് മാത്രം എടുക്കുകയാണ് ഈ വാക്യത്തിൽ നിന്നും. യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭിണിയായി അങ്ങനെ യേശു ഈ ലോകത്തിലേക്ക് ജാതനാകുകയായിരുന്നു. നമ്മൾ ഓർക്കുക, പരിശുദ്ധാത്മാവിനാൽ. സോ യേശു ജനിച്ചപ്പോഴും പരിശുദ്ധാത്മാവിനാലാണ്. ദാറ്റ് ഇസ് ദ സ്പിരിറ്റ്. ആ സ്പിരിറ്റിലൂടെയാണ് യേശു ഈ ലോകത്തിലേക്ക് കടന്നു വരിക. ഈ ലോകത്തു നിന്നും യേശു തൻ്റെ അവസാന യാത്രയിൽ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതും into your hands I commend my spirit. യേശുവിൻ്റെ ആ സ്പിരിറ്റ് തിരിച്ച് പിതാവിൻ്റെ പക്കലേക്ക്
കൊടുത്തുകൊണ്ടാണ് യേശു പോവുക. സോ സ്പിരിറ്റ് കമ്മിങ് ഇൻ, സ്പിരിറ്റ് വെൻ ഹി ഗോസ് ബാക്ക് ടു ഹിസ് ഫാദർ. സോ ബ്യൂട്ടിഫുൾ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്ന് നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ മക്കളായിട്ട് ജീവിക്കുന്നുവെങ്കിൽ ഇതേ സ്പിരിറ്റിലാണ് നമ്മൾ ജീവിക്കുക. യേശു നമുക്ക് ഈ സ്പിരിറ്റിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി സോൾ, ഇറ്റ് ക്യാൻ ബി ലൈഫ്, ഇറ്റ് ക്യാൻ ബി ബ്രെത്ത്. ദൈവം ആദത്തിന്റെ മൂക്കിലൂടെ ശ്വസിച്ചു, ആ ജീവശ്വാസം, that was the spirit, the breath of life that God gave to Adam, the same breath of life. ഒരു കുഞ്ഞ് ജനിച്ചങ്ങോട്ട് വീഴുമ്പോൾ നമുക്കറിയാം, ഗർഭിണിയായിരിക്കുന്ന അമ്മയുടെ വയറ്റില് കുഞ്ഞുള്ളപ്പോഴ് കുഞ്ഞിനെ ശ്വസിക്കുന്നെന്ന് പറയുന്നത്, ആ സമയത്ത് കുഞ്ഞ് ശ്വസിക്കുന്നത് ബ്ലഡിലൂടെയാണ്, അല്ലേ? ബ്ലഡിലൂടെയാണ്. പക്ഷെ ആ കുഞ്ഞങ്ങോട്ട് ജനിച്ച് വീഴുമ്പോഴത്തേക്ക് അമ്മയും കുഞ്ഞിനെയും തമ്മിൽ വേർതിരിക്കുമ്പോൾ ആ നിമിഷം ദൈവം ശ്വസിക്കുകയാണ് അവിടെ ആ കുഞ്ഞില്. അവിടെ പിന്നെ അമ്മയുടെ ശ്വാസമല്ല, അമ്മയുടെ ബ്ലഡ് അല്ല, പിന്നെ സ്വന്തം ബ്ലഡ്. ഭയങ്കര അത്ഭുതമല്ലേ അത്? ഭയങ്കര അത്ഭുതമല്ലേ? നമുക്ക് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? കുഞ്ഞ് കരയാൻ തുടങ്ങുന്നത് യേശുവിലാണ്, ദൈവത്തിലാണ്. അതാണ് ജീവശ്വാസത്തിന്റെ അത്ഭുതം എന്ന് പറയുക. സോ ദാറ്റ് സ്പിരിറ്റ് ഈസ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ അവർ ബോഡി ആൻഡ് ഗോഡ്. അത് തന്നെയാണ് യേശു ചെയ്തത്. സോ ഹി വാസ് ആക്ച്വലി കണക്റ്റിംഗ് ഹിസ് ബോഡ്ലി ഡെത്ത് ബാക്ക് ഇൻ ടു his father. ഗ്ലോറിയ എന്ന് പറയുന്ന ഒരു വല്യമ്മച്ചി 99 വയസ്സ്, അത്രയും കാലം ജീവിച്ചതുകൊണ്ട് പഴയ ആളുകൾ ജീവിക്കുന്നത് പോലെ ഇന്നത്തെ തലമുറയൊന്നും ജീവിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ ഗ്ലോറിയയുടെ ജീവിതത്തില് ഗ്ലോറിയയ്ക്ക് 99 വയസ്സായപ്പോഴത്തേക്ക് ഗ്ലോറിയയുടെ മക്കളൊന്നും ഇല്ല, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒന്നും അടുത്തുണ്ടായിരുന്നില്ല. കെയർ ഹോമിൽ താമസിക്കുക. ഗ്ലോറിയ മരിക്കാറായി എന്ന് മനസ്സിലാക്കിയപ്പോൾ അടുത്തുള്ളൊരു പാസ്റ്ററിനോട് പറയണം, ഞാൻ മരിക്കുമ്പോൾ പാസ്റ്റർ വന്ന് എൻ്റെ അടക്കം സംബന്ധിച്ച് എന്നെ ശവം അടക്കണമെന്ന്. അപ്പൊ അതറിഞ്ഞ് ഫ്യൂണറൽ ഡയറക്ടർ അവർ മരിച്ചു എന്നറിഞ്ഞു, ഗ്ലോറിയ മരിച്ചു എന്നറിഞ്ഞപ്പോഴത്തേക്ക് ഓടി വന്നൊരു അച്ഛനോട് പറഞ്ഞു അവരെ അടക്കണം, അവരുടെ പള്ളിയിൽ തന്നെ അടക്കണമെന്നുള്ള ആഗ്രഹമാണ്. അപ്പൊ ആ അച്ഛന്റെ വികാരങ്ങൾ ഇതായിരുന്നു. എല്ലാവർക്കും കൊടുക്കുന്നത് പോലുള്ള പ്രാർത്ഥന തന്നെയാണ് ആ ഗ്ലോറിയയ്ക്കും മരണസമയത്ത് ലഭിച്ചത്. അതിൽ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗ്ലോറിയയ്ക്ക് പ്രത്യേകിച്ച് ആരും തന്നെ ആ മരണത്തെ സംബന്ധിക്കാൻ ആരും ഇല്ലായിരുന്നു. പക്ഷേ എല്ലാവർക്കും കിട്ടുന്ന പ്രാർത്ഥന ഗ്ലോറിയയ്ക്ക് കിട്ടിയെന്നുള്ളതാണ്. ദൈവത്തിന് അവസാന ജീവൻ ഗ്ലോറിയ സമർപ്പിച്ചപ്പോഴും ഒരു പക്ഷേ ആ ആത്മാവിനെ ദൈവത്തിന് കൊടുക്കുന്ന സമയത്തും കണക്റ്റിംഗ് ലിങ്ക് അവസാനം വരെയും ആ പാസ്റ്ററിലൂടെയും ആ ആത്മാവിനെ ദൈവത്തിന് ഏൽപ്പിക്കാനായിട്ട് ആ 99 വയസ്സുകാരിയായ ഗ്ലോറിയയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് മെസ്സേജ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി വാല്യുബിൾസ് ഒരു പക്ഷേ വാങ്ങിച്ചു കൂട്ടും. മുട്ടുസൂചി തുടങ്ങി ഒരു ഡയമണ്ട് വരെ നമ്മൾ വാങ്ങിക്കും. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഇങ്ങനെയാണ്, യു can buy pins that sells for a fortune to diamonds for a penny. You can buy pins that sells for a fortune to diamonds for a penny. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ്.
ലോകം മുഴുവനും നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? വിശുദ്ധ അഗസ്തീനോസ് എന്ന് പറയുന്ന വിശുദ്ധൻ പറയുന്നതാണ്. ലോകം മുഴുവനും നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ആ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? യേശുവും ഒരിക്കലും പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഭയക്കേണ്ടത് ജഡത്തെ അല്ല, ആത്മാവിനെ കൊല്ലാനായിട്ട്, നശിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത്, ആത്മാവിനെ എടുക്കുവാൻ സാധിക്കുന്നത് ആണ് നമ്മൾ ഭയപ്പെടേണ്ടത്. ദൈവത്തിന് ആത്മാവിനെ എടുക്കാനുള്ള അധികാരമുണ്ട്. ആ ദൈവത്തിന് നമ്മൾ ഓർക്കുക. അപ്പോൾ നമ്മുടെ ആത്മാവ്, നമ്മുടെ അരൂപി എങ്ങനെയാണോ അത് അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കാനായിട്ട് യേശുവിന് സാധിച്ചു എന്നുള്ള ആ പദ്ധതി റെനിയും ജിത്തുവും തരുണും ഒക്കെ പറഞ്ഞതുപോലെ നമ്മൾ ഇവിടെ ആയിരിക്കുന്ന അവസരത്തിൽ എത്രത്തോളം നമുക്ക് നമ്മുടെ ആത്മാവ്, നമ്മുടെ സുഹൃത്തുക്കൾ എത്രത്തോളം നല്ലതായി തീരുക. റെനിയുടെ ആശയത്തിൽ പറയുമ്പോൾ നമ്മൾ അന്ധകാരത്തിലല്ല ജീവിക്കേണ്ടത്. ജിത്തുവിന്റെ സ്റ്റൈലിൽ പറയുമ്പോൾ, തരുണിന്റെ സ്റ്റൈലിൽ പറയുമ്പോൾ അന്ധകാരത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത്, മറിച്ച് പ്രകാശം ആയിത്തീരുക മറ്റുള്ളവർക്ക് നമ്മുടെ ആത്മീയ ജീവിതം കൊണ്ട്. പിന്നീട് നമ്മുടെ ജിത്തു പറഞ്ഞതുപോലെ യേശു ഹി പെയ്ഡ് ഇറ്റ് ഇൻ ഫുൾ. കൊള്ളാം, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. ആ ജീവിതം നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കുവാൻ വേണ്ടി പൂർണ്ണമായിട്ടും, അവിടെ പിന്നെ ഒരു കടമില്ല. നമ്മൾ അങ്ങോട്ട് കടപ്പെട്ടിരിക്കുക യേശുവിനോട് എന്ന് പറയുന്നത് പോലെ ജീസസ് ഹാസ് പെയ്ഡ് ഇറ്റ് ഇൻ ഫുൾ. നമ്മുടെയും ജീവിതം അതുപോലെ we should be able to pay it in full. ആ ആത്മാവ് അവസാനത്തെ ശ്വാസം വരെയും യേശുവിന് വേണ്ടി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. ഒരു നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ആ യേശുവിന്റെ മരണത്തോട് അനുരൂപരാകാം. കർത്താവേ, നീ നിന്റെ അവസാനത്തെ ശ്വാസം വരെ ആത്മാവിനെ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് ദൈവത്തോട് പറഞ്ഞതുപോലെ, കർത്താവേ, ഞങ്ങളുടെ ജീവിതം കൊണ്ടും ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല കർത്താവേ. എന്തെല്ലാം ഞങ്ങൾ വാങ്ങിച്ചു കൂട്ടിയാലും ഞങ്ങളുടെ ആത്മാവ് ശുദ്ധമല്ലെങ്കിൽ കർത്താവേ, ഞങ്ങൾക്കൊന്നും ഇല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഞങ്ങളുടെ ആരോഗ്യവും സൗന്ദര്യവും ജീവിത സൗകര്യങ്ങളും നിന്റെ ദാനമോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ പരമമായ അന്തം നിന്നിൽ കണ്ടെത്തുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. നീ ഞങ്ങളെ നിനക്കായി സൃഷ്ടിച്ചിരിക്കുന്നുവെന്നും ഞങ്ങൾ നിന്നെ പ്രാപിച്ചിരിക്കുന്നത് വരെ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമായിരിക്കുമെന്നും ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ. പിതാവേ, എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നുവെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ദിവസവും അന്തിയിറങ്ങുവാനും അവസാനം ആ വാക്ക് തന്നെ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ മരണനാഴികയെ നേരിടുവാനും കൃപ നൽകണമെന്ന് ജീവന്റെയും മരണത്തിന്റെയും അധിനാഥനായ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരണക്കിടക്കിയിരിക്കുന്നവരോടും കരുണയുണ്ടായി എല്ലാ പ്രാണവേദനകളിൽ നിന്നും അവരെ ആശ്വസിപ്പാനും ശത്രുവിന്റെ എല്ലാ തീയമ്പുകളിൽ നിന്നും അവരെ വിടുവിപ്പാനും നിനക്ക് ഇഷ്ടമുണ്ടാകണമേ. ഞങ്ങൾ ജീവിച്ചാലും മരിച്ചാലും ഞങ്ങൾ എപ്പോഴും നിനക്കുള്ളവരായിരിക്കേണ്ടതിനും ഞങ്ങൾ ഈ ആയുസ്സിനെ വിട്ടുപിരിയുമ്പോൾ ഞങ്ങളുടെ ആത്മാക്കളെ തൃക്കൈകളിൽ സ്വീകരിപ്പാനും നിനക്ക് ഇഷ്ടമുണ്ടാകണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ വാഴ്ത്തപ്പെട്ട പുത്രനായി ഞങ്ങളുടെ രക്ഷിതാവായ യേശു മിശിഹായുടെ മരണത്തിലേക്ക് ബപ്തിസ്ത കഴിഞ്ഞ പ്രകാരം തന്നെ ഞങ്ങളുടെ ദുർവികാരങ്ങളെ ഇടപെടാതെ മരിപ്പിച്ച് അവനോടുകൂടെ അടക്കപ്പെടേണ്ടതിനും ശവക്കുഴിയിലും മരണവാതിൽക്കലിലും കൂടി ഞങ്ങളുടെ സന്തോഷ പുനരുത്ഥാനത്തിലേക്ക് കടക്കേണ്ടതിനും ഞങ്ങൾക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സമാപന പാട്ട് ലിറിക്സ് 361 നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആലപിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.
പിതാവായ ദൈവമേ, നിന്റെ പുത്രന്റെ ബലിയാലും അവന്റെ തിരുരക്ത ചൊരിച്ചിലിനാലും ഞങ്ങൾക്ക് പാപമോചനവും വീണ്ടെടുപ്പും നിത്യതയും ദാനം ചെയ്യുവാൻ നിനക്ക് ഇഷ്ടമുണ്ടാവുക കൊണ്ട് ഞങ്ങൾ നിനക്ക് മനഃപൂർവമായി സ്തോത്രം ചെയ്ത് നന്ദി കരയേറ്റുന്നു. ഇന്നേ ദിവസം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നിന്റെ പുത്രന്റെ കഷ്ടപ്പാടിനെയും അവന്റെ പ്രാണത്യാഗത്തെയും ഓർത്ത് അവനോട് രമ്യപ്പെടുവാൻ ഒത്തുചേർന്ന അനേകമായിരങ്ങളെ അങ്ങ് കരുണയോടെ ദർശിക്കണമേ. ഞങ്ങളുടെ നടപ്പുകൊണ്ടും ശരീരം കൊണ്ടും ജീവൻ കൊണ്ടും നിന്റെ സാക്ഷ്യം മഹത്വത്തിനായി പ്രയത്നിപ്പാൻ ഞങ്ങളെ വേർതിരിക്കണമേ. നിന്റെ നാമ വളർച്ചയ്ക്കായി ജീവിച്ച് മരിച്ച എല്ലാ ജനങ്ങളെയും ഞങ്ങൾ ഈ സമയം തിരുസന്നിധിയിൽ ഓർക്കുന്നു. നിത്യതയിൽ ഞങ്ങളും അവരോടും കൂടെ നിന്റെ പന്തിഭോജനത്തിന്റെ ഭാഗവാക്കുകളാകുവാൻ നീ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, നിന്നെ സ്തുതിക്കുന്നു. ഈ ലോകത്തെ നീ കരുണയോട് ദർശിക്കണമേ. പാഴായി പോകുന്ന ജീവിതങ്ങളെ നിന്റെ ജ്ഞാനത്താൽ വീണ്ടെടുക്കണമേ. നിന്റെ സഭ കൂടുതൽ ശക്തിയാർജിച്ച് കൂടുതൽ ജനങ്ങളെ നിന്റെ രാജ്യത്തിലേക്ക് ഓഹരിക്കാരാക്കുവാൻ നിനക്ക് ഇഷ്ടം തോന്നണമേ. ഞങ്ങളുടെ ആരാധനയിൽ നീ കൂടെയിരിക്കുന്നതിനാൽ സ്തോത്രം. ഇന്നത്തെ ആരാധനയിൽ വന്നുപോയ എല്ലാ കുറവുകളെയും പൊറുക്കണമേ. വന്നു ചേർന്നവരെ എല്ലാം നിന്റെ അനുഗ്രഹത്താൽ സമ്പന്നരാക്കണമേ. ഇന്ന് വന്നു ചേരുവാൻ കഴിയാതിരുന്ന എല്ലാ മക്കളെയും നിന്റെ കരുണയാൽ പൊതിയണമേ. ഞങ്ങളുടെ അരുമനാഥന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഫൈനൽ ബ്ലെസ്സിംഗ് ആണ്. നമുക്ക് ശിരസ് നമിച്ച് ആ നല്ലവനായ യേശുവിന്റെ ആശീർവാദം സ്വീകരിക്കാം. നന്മയും സകല ലോകത്തെയും ഉണ്ടാക്കിയിരിക്കുന്ന പിതാവായ ദൈവത്തിനും നമ്മുടെ സകല മനുഷ്യജാതിയെയും വീണ്ടെടുക്കുവാൻ കുരിശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തിയ പുത്രനായ ദൈവത്തിനും നമ്മെയും ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട സകലരെയും ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പിരിയാം. അവസാനമായിട്ട് ഒരു 2 വാക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രദീപിനെ ഏൽപ്പിക്കുന്നതായിരിക്കും. പ്രദീപ് അതുപോലെ തന്നെ പള്ളി കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും ഈ സംരംഭം വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തതിനെ ഓർത്ത് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ ജേക്കബും ഫാമിലിയും അതുപോലെ തന്നെ സജുവിന്റെ ഫാമിലിക്കും പ്രത്യേകം നന്ദി. അതുപോലെ തന്നെ നമ്മുടെ സുവിശേഷ പ്രസംഗകര് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ എഴുതിയെടുത്തു. എല്ലാം നിങ്ങൾ പറയുമ്പോൾ ഞാൻ എഴുതിയെടുക്കുന്നുണ്ടായിരുന്നു. It was really wonderful. Thank you, Tarun, for that sermon on darkness, how you can scale away our sins and bring more spiritual life. Yes, darkness lo oru spiritual vulnerability undu ennu okka parayunnundarunnu. It was really good, and Psalm 22 was really well expressed. അതുപോലെ Renny, thank you very much. നമ്മൾ സാഹോദര്യത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞതിന് ഞങ്ങളെ പഠിപ്പിച്ചതിന് ഒക്കെ നന്ദി. അതുപോലെ തന്നെ Jithu, thank you very much. I quite like that. Paid in fullness, especially telestai, Greek word. ഇനി ഒരിക്കലും ഞാൻ മറക്കത്തില്ല. So how Jesus has conquered sin and how he has defeated sin. So that was a great accomplishment actually from part of Jesus, how he did that. It is completely fulfilled in Jesus. എല്ലാ പ്രവചനങ്ങളും യേശുവിൽ പൂർത്തിയായി എന്ന ആ വാക്ക്. ടെക്നോളജി വാസ് വെരി ഗുഡ്. താങ്ക് യു വെരി മച്ച്. നമ്മുടെ ഈ കൂടിവരവ് വളരെ കളർഫുൾ ആയിരുന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ്. പറയരുത് ഇനി എപ്പോഴും ഇത് തന്നെ മതിയെന്ന്.
നമുക്ക് ഒരുമിച്ച് കൂടണം. ഇത് നല്ല ചേർച്ച് ആണെന്ന് എനിക്കറിയാം. പക്ഷേ we should come together. But ഇനിയുള്ള സെക്കൻഡ് സൺഡേസിലും പ്രദീപും കമ്മിറ്റി അംഗങ്ങളും തീരുമാനിച്ച് എനിക്ക് തോന്നുന്നു we should be coming like this together so that we can pray together. ഇന്ത്യയിൽ നിന്ന് കുറച്ച് പേരുണ്ടായിരുന്നു. അതുപോലെ തന്നെ I think I saw somebody from Germany as well, whoever has joined. സന്തോഷം. Okay, I'm handing over. I'm കൂടുതൽ അധികം പ്രസംഗിയാകുന്നില്ല. Thank you. I'll hand over to Pradeep. Thank you. Thank you, അച്ഛാ. അച്ഛനെ എല്ലാം ഓൾറെഡി കവർ ചെയ്തു. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പറയുവാണ്. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഈ സർവീസ് ചെയ്യുന്നതിന്റെ പുറകിൽ ഒരുപാട് എഫേർട്ട് പലരുടെയും ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരോടും ഒരു വാക്ക് നന്ദി പറയുന്നു. എല്ലാവരും കൂടെ ചേർന്ന് ചെയ്തുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ഇന്നത്തെ സർവീസ് നടത്താൻ പറ്റി. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുവാണിത്. പാം സൺഡേ ജോയിന്റ് ആയിട്ട് ചെയ്തെങ്കിൽ നമ്മൾ അതിൽ ജോയിൻ ചെയ്തതേ ഉള്ളൂ. ഇതിപ്പം നമ്മൾ ആദ്യമായിട്ട് ഹോസ്റ്റ് ചെയ്ത് ദൈവകൃപയിലെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോയി. അതുകൊണ്ട് താങ്ക് ഗോഡ്. അച്ഛന് ഒരുപാട് നന്ദി പറയുന്നു. എല്ലാത്തിലും പ്രിപ്പയർ ചെയ്ത് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഈ കോവിഡ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുകയും അതിന്റെ തിരക്കിലും എല്ലാം അച്ഛന് ഏർപ്പെട്ടിരിക്കുമ്പോൾ തന്നെ ഈ മെസ്സേജ് നമുക്ക് ഡെലിവറി ചെയ്യാനും സർവീസിന്റെ കാര്യങ്ങളിലും പിന്നെ ഇന്നലെ അതുപോലെ തന്നെ ജസ്റ്റ് എല്ലാ ടെക്നിക്കൽ ചെക്ക് ചെയ്യാൻ ടൈം എടുത്തതിനും എല്ലാം അച്ഛന് താങ്ക് യു പറയുന്നു. സർവീസ് അറ്റൻഡ് ചെയ്ത് എല്ലാവർക്കും ഒരു വാക്ക് നന്ദി പറയുന്നു. ഈ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ കറക്റ്റാണ്. നമുക്ക് നമ്മുടെ മെമ്പേഴ്സും ആയിട്ടുള്ളവർ പലയിടത്തു നിന്നും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് നമ്മുടെ മെമ്പേഴ്സ് ഉണ്ട്, ടീനാൻഡി ഉണ്ട്, അതുപോലെ തന്നെ അച്ഛൻ്റെ മമ്മി ജോയിൻ ചെയ്തിരുന്നു. അതുപോലെ ജർമ്മനിയിൽ നിന്ന് ഡയറക്റ്റ് ഫാമിലി ഉണ്ട്, ഞാൻ കണ്ടായിരുന്നു. അപ്പം അതുപോലെ പലരും ജോയിൻ ചെയ്തിട്ടുണ്ട് പല ഭാഗത്തു നിന്നും. ആരെങ്കിലും വിട്ടുപോയെങ്കിലും ക്ഷമിക്കണം. അപ്പം നമുക്ക് ഈ സർവീസ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്യും. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈ ഇന്നത്തെ സർവീസിന് ആവശ്യമുള്ള സ്ലൈഡുകളെല്ലാം പ്രിപ്പയർ ചെയ്തത് ലിനിയാണ്. ലിനിയോട് പ്രത്യേകം നന്ദി പറയുന്നു, അതെല്ലാം ചെയ്ത് റെഡിയാക്കി തന്നതിന്. അതോടൊപ്പം ഇന്ന് നമ്മൾ കേട്ട പാട്ടുകളെല്ലാം ശരിയാക്കി തന്നത് ഫിലിപ്പ് സാറാണ്. ഫിലിപ്പ് സാറിനോട് നന്ദി പറയുന്നു. ആദ്യത്തെ പാട്ടല്ലാതെ അതിൻ്റെ ഇടയ്ക്കുള്ള പാട്ടുകൾ അത് ഓർഗൻ കൊട്ടി പാടുമായിരുന്നു. അപ്പൊ അത് റോഹനും ഫിലിപ്പ് സാറും അതുപോലെ തന്നെ റോണിച്ചായന്റെ ഫാമിലിയും കൂടി ചേർന്നാണ് അതെല്ലാം പാടിയത്. അപ്പൊ അവർക്കെല്ലാവർക്കും നന്ദി പറയുന്നു, അതെല്ലാം റെഡിയാക്കി തന്നതിന്. പിന്നെ ബൈബിള് വായിക്കുകയും മെസ്സേജ് പറയുകയും ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. റോണിച്ചാൻ, ഷാരൻ, വിനീഷ് ബൈബിള് വായിച്ചു. അതുപോലെ തന്നെ സൗമ്യ, തരുൺ ആൻഡ് ജിത്തു മെസ്സേജ് പറഞ്ഞു. വളരെ സ്ട്രോങ് മെസ്സേജ് ആയിരുന്നു. ഇത്രയും ഹിഡൻ ടാലൻസ് നമ്മൾ കണ്ടെത്തി. സോ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ്. നിങ്ങളെല്ലാം അത് ആ ഒരു ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് വന്ന് നിങ്ങളുടെ ആ തോട്ട്സ് ഷെയർ ചെയ്തതിൽ ഒരുപാട് നന്ദി. ഇറ്റ് വാസ് വെരി ബ്ലെസ്ഡ് ദാറ്റ് യു ഷെയർഡ് യുവർ തോട്ട്സ് വിത്ത് ഓൾ ഓഫ് us. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ജയിക്കമകളിലും ഫാമിലിക്കും നന്ദി പറയുന്നു. അത് എല്ലാ റെസ്പോൺസസും കോൺഗ്രിഗേഷന്റെ ബിഹാഫിൽ ചെയ്തതിന് താങ്ക് യു. സൈച്ചാനാണ് സ്ക്രീൻ ഷെയറിങ്ങും എല്ലാം കൺട്രോൾ ചെയ്തത്. ഓർഡർ ഓഫ് വർഷിപ്പ് എല്ലാം കൺട്രോൾ ചെയ്തത് സൈച്ചാനാണ്. സൈച്ചാന് നന്ദി പറയുന്നു. പിന്നെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല. അതോടൊപ്പം എന്തെങ്കിലും ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടായെങ്കിൽ എല്ലാത്തിനും കൂടെ ക്ഷമ ചോദിക്കുന്നു. നോട്ടീസായിട്ട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. അടുത്ത നമ്മുടെ സർവീസ് ഇതുപോലെ തന്നെ ഈസ്റ്റർ സൺഡേ രാവിലെ 10 മണിക്ക് 9:30 നമ്മൾ ലോഗിൻ ചെയ്യാനുള്ള ഫെസിലിറ്റി റെഡിയാക്കും. സർവീസ് 10 o'clock സ്റ്റാർട്ട് ചെയ്യും. സൺഡേയിൽ ഇന്ന് അയച്ചതുപോലെ തന്നെ വാട്സാപ്പ് വഴി അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. താങ്ക് യു എവരിബഡി. ഞാൻ ഇപ്പോൾ എല്ലാവരുടെയും മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം. എല്ലാവർക്കും പരസ്പരം സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. താങ്ക് യു. ഇന്ത്യയിൽ നിന്ന് ടീച്ചർ ടീന തോമസ് വാക്ക് പറയാം. ടീന ആന്റിയുടെ അച്ഛൻ ടീന തോമസ് തിരുവനന്തപുരത്തൊക്കെ പറയുന്നോ? വാക്ക് പറയേ.
വളരെ നന്നായിരുന്നു തിരുമേനി. അച്ഛൻ വേറെ ആരെങ്കിലും ഇന്ത്യയിൽ നിന്ന് ഒരാളോട് ബോംബെ ആരണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. We cannot unmute. We cannot unmute. Papa, we cannot unmute. അവരവരെ അൺമ്യൂട്ട് ചെയ്തെങ്കിലേ കേൾക്കാൻ പറ്റത്തുള്ളൂ. അമ്മച്ചി ഏതാണ്ട് പറയുന്നത്, അമ്മച്ചിക്ക് ഏതാണ്ട് പറയുന്നത്, അമ്മച്ചിയുടെ ഒന്ന് കേൾക്കട്ടെ. ജർമ്മനിയിൽ ഒരാളുണ്ടല്ലോ, ഡെറിക്കിനെ അൺമ്യൂട്ട് ചെയ്തേ. ഡെറിക്കാണ്. എന്റെ ഫാമിലി ഉണ്ടായിരുന്നു, പിന്നെ ഒത്തിരി സൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുകയായിരുന്നു. ജോയിൻ ചെയ്യാൻ പറ്റിയ സന്തോഷം, എല്ലാരെയൊക്കെ കാണാൻ സാധിക്കുന്ന വലിയ സന്തോഷമാണ്. സെഷൻ വളരെ നല്ലതായിരുന്നു. എല്ലാവർക്കും മെസ്സേജ് തന്ന എല്ലാവർക്കും വളരെ നന്ദി. വെരി ഗുഡ് മെസ്സേജ്. It was actually really helpful these times of hard times. Yeah, thank you very much. ടീന തോമസ് രണ്ട് വാക്ക്. Hi. Hello everyone. As always, it's great to see all your dear faces. I feel as though I'm in London myself, spending time with my family, being in the church. These are my feelings. So greatly encouraging, especially for people who are in Kerala, because it's complete lockdown over here. Can't see a single soul walking about in the streets, nothing, absolutely nothing. So it's a great time. And thanks to everyone who was involved in this. Great speeches, explanations of all the 7 verses. It had been great listening to all of those interpretations, newer and newer interpretations as each year passes by. So thanks everyone. And hoping to see you all again on Easter Sunday. Thank you. നമുക്കൊരു പുതിയ മെമ്പർ വന്നിട്ടുണ്ട് നമ്മുടെ ഫാമിലിയിലേക്ക്. ജേക്കബിന്റെ മരുമകള്. എനിക്ക് തോന്നുന്നു she was reading the psalm or something. Psalm, I think. Yeah. Welcome to our family of CSI Church. Thank you. രണ്ട് വാക്ക് ഒന്ന് മോള് എല്ലാരെയും ഒന്ന് സംസാരിച്ചേ, കാരണം otherwise we are not getting you കാണുന്നത്. അടുത്ത് വാ. Hello everyone. Thank you everyone for giving me this opportunity in the Bible reading. I've seen എല്ലാരെയും ഇങ്ങനെ ഫോട്ടോസിലും വീഡിയോസിലും ചർച്ചിന്റെ ആക്ടിവിറ്റീസിലൊക്കെ കണ്ടിട്ടുണ്ട്. So I really want to meet you all in person and looking forward to it. Yeah. Thank you so much. ഷാരൻ പേരും സ്ഥലവും ഒന്ന് പറഞ്ഞു. എന്റെ പേര് ഷാരൻ സൂസൻ ജോൺ. എന്റെ വീട് ചെങ്ങന്നൂരാണ്. Yeah, I was a Marthamite, currently CSI. Yeah. So I was working back in India. Now, because of lockdown, I can't go back. Thank you. അച്ഛാ, നമുക്ക് ഇന്ന് നമ്മുടെ ഒരു ബർത്ത്ഡേ ഫാമിലി ഉണ്ട്. നമ്മുടെ എല്ലാവർക്കും കൂടെ
ആരുടെ അത്? പാടാമായിരുന്നു. എപ്പോ ഒരുപാട് കാണും, എന്നാലും എല്ലാവർക്കും കൂടി ചേർന്ന് ഹാപ്പി ബർത്ത്ഡേ പാടാം. Renny, Tarun, Justin. birthday to you. Happy birthday to you. Happy birthday, dear Justin. Happy birthday to you. May God bless you. May the Lord bless you. May the good Lord bless you. Happy birthday to you. ബർത്ത്ഡേ സെലിബ്രന്റ് കൊച്ചാളാണോ? സംസാരിക്കാൻ പറ്റുമോ? ട്രിപ്ലറ്റ്സ് ആച്ചാ. ട്രിപ്ലറ്റ്സ് അതാണ്ട് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് പറയാവോ? പ്രദീപിന്റെ ഫാമിലിയിലാണോ? അല്ല അച്ഛാ, നമ്മുടെ ജെനി, ജെറിൻ, ജസ്ലിൻ ട്രിപ്ലറ്റ്സ് ഇതാണ്ട് അവരുണ്ട്, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, രണ്ട് വാക്ക് പറയേ. Okay. Thank you everyone for the wishes and singing happy birthday. It was nice to see everyone, and it's good that we can all come together for the service and be here for our birthday as well. So thank you. Unfortunately, no celebration. റീച്ച പോസ്റ്റിലാണോ കേക്ക് കഴിക്കുന്നത്? എല്ലാവർക്കും പോസ്റ്റിലാണോ കേക്ക് കഴിക്കുന്നത്? റോയൽ മെയിൽ ഉണ്ടെന്ന്. കേക്കത്തില്ല. കേക്കിന്റെ കാര്യം പറയുമ്പോ കേക്കത്തില്ല. ഇല്ലില്ല, കേക്ക് മേടിക്കാൻ കഴിയാനും പറ്റുന്നില്ല, സാധിക്കുന്നില്ല, അതുകൊണ്ട് സെലിബ്രേഷൻ ഇല്ല. ഞങ്ങൾ പ്രോഗ്രാം ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് 18th ബർത്ത്ഡേ ആണ്. സ്പെഷ്യൽ ബർത്ത്ഡേ ആയിരുന്നു. സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തായിരുന്നു. അൺഫോർച്യുനേറ്റ്ലി സിറ്റുവേഷൻ ആയതുകൊണ്ട് ക്യാൻസൽ ആയി. നമ്മള് ഇനി സഭ തിരിച്ചു കൂടുമ്പോഴ് ഓൾവേസ് there is a chance to celebrate. കുഴപ്പമില്ല, അത് ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോഴത്തേക്ക് 19th ബർത്ത്ഡേ ആവുമ്പോ വെച്ചോ. അമ്മച്ചിയുടെ ബർത്ത്ഡേ ആണ്. അമ്മച്ചി എന്തി? അമ്മച്ചി രണ്ടു വാക്ക് പറയാം. ജിജിയുടെ അമ്മച്ചി. അമ്മച്ചിയാണ്. അമ്മച്ചിക്ക് വേണ്ടി ഒരു പാട്ട് പാടാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday to you. Happy birthday, dear Renny. Happy birthday to you. May the good Lord bless you. May the good Lord bless you. May God bless you. Happy birthday to you. അതുപോലെ റെനീത്ത് ഫാമിലി ഉണ്ടായിരുന്നു. റെനീത്ത് ഫാമിലി, റെനീത്ത് ക്യാമറ ഓണായിട്ടുണ്ട്. ഹലോ റെനീത്ത് അച്ഛാ. ചേച്ച എന്നാണ് പറയുന്നത്? അമ്മച്ചിയുടെ അമ്മച്ചി പറഞ്ഞോ. അമ്മച്ചി പറ. അമ്മച്ചിയുടെ അടുത്തോട്ട് വെച്ചു കൊടുത്തേ, ഞങ്ങളൊന്ന് കാണട്ടെ അമ്മച്ചിയെ. കുഴപ്പമില്ല. അപ്പ പറഞ്ഞു തുടങ്ങ. ജയിച്ച അമ്മച്ചിയുടെ അടുത്തോട്ട് വെച്ചിട്ട് സംസാരിച്ചോ അമ്മച്ചി? താങ്ക് യു ഫോർ ഓൾ. ഇങ്ങനെ ഒരു ആരാധന കിട്ടാൻ പറ്റിയത് ഭാഗ്യം, ദൈവത്തിന്റെ കൃപ. എല്ലാരും പ്രാർത്ഥനയിൽ ഓർക്കുക. താങ്ക് യു അമ്മച്ചി. താങ്ക് യു. ജിജി എന്നാ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുത്ത അമ്മച്ചിക്ക്?
കഞ്ഞിയും പയറും. ഫ്രൈഡേ അല്ലേ? Oh, and the baby on the baby. അതെ ജോണതൻ. ഈ നമ്മുടെ ഈ വേറെ ഈ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്നവര് അല്ലെങ്കിൽ കൊറോണയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടോ? രണ്ടു വാക്ക് പറ. എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞേ. ഞാനിവിടെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഓൺ കോൾ ആയിരുന്നു, രാത്രിയില് ഓൺ കോൾ ആയിരുന്നു. ഇന്നലെ 7:30 പോയി, ഇന്ന് രാവിലെ 7 മണിക്കാണ് ഞാൻ വന്നത്. എല്ലാം സ്മൂത്ത് ആയിട്ട് പോയി. കൊറോണ ഉള്ള പേഷ്യൻസ് അല്ലായിരുന്നു. എന്നിരുന്നാലും ഡോക്ടേഴ്സ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യാൻ ഉള്ള ടൈം ഒന്നും അവർക്കില്ല. അല്ലാതെ തന്നെയാണ് ഞാൻ ഡയാലിസിസും ബ്ലഡ് കൊടുത്തിരിക്കുന്നതും എല്ലാം. കാരണം ഡോക്ടേഴ്സിന് സ്വന്തം കമ്പ്യൂട്ടറിൽ കയറി ഇന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തരാനുള്ള സമയമൊന്നും ഇല്ല അവർക്ക്. അതുപോലെ ബിസിയാണ് എല്ലാവരും മറ്റ് സൈഡില്. പിന്നെ ദൈവകൃപയാൽ എന്റെ പേഷ്യൻസ് ഓക്കെ ആയിരുന്നു. എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. എല്ലായിടത്തും പേഷ്യന്റ് ഉണ്ട്. എല്ലാവരും പ്രൊട്ടക്ഷനൊക്കെ ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്. എന്നിരുന്നാലും പലപ്പോഴും അതൊന്നും ഞങ്ങൾക്ക് ചിലപ്പം ബിസി ആയിരുന്ന കാരണം വേണ്ട രീതിയിൽ ഉപയോഗിക്കാനൊക്കെ പറ്റാതെ വരുന്നുണ്ട്. എങ്കിലും ദൈവം സൂക്ഷിക്കുന്നു. അച്ഛൻ പറഞ്ഞ പോലെ എല്ലാവരും പ്രാർത്ഥിക്കുക. ലിസി, പിന്നെ മാസ്ക് ഉപയോഗിക്കുന്നില്ലേ? ഉണ്ട്. മാസ്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. കാരണം എന്റെ ഹീമറ്റോളജിയില് ഒരു ഫിലിപ്പീനോ പുള്ളിക്കാരൻ മാസ്ക് അവരുടെ വാർഡിൽ മാസ്ക് അനുവദിക്കുന്നില്ല. അപ്പം ഒരു പേഷ്യന്റ് വന്നത് അവർക്ക് ബ്ലഡ് കൊടുക്കാനായിട്ട് അവര് ഈ ഫിലിപ്പീനോ നേഴ്സ് ബ്ലഡ് കൊടുത്തു. പക്ഷെ ആ നേഴ്സ് ഇന്നലെ മരിച്ചു. കാരണം 2 ആഴ്ചക്ക് മുമ്പ് ഈ ബ്ലഡ് കൊടുത്ത രോഗി പുള്ളിക്ക് കൊറോണ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് അവര് മാസ്ക് ഉപയോഗിച്ചില്ല. അപ്പം ഇത് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നേഴ്സുമാരെല്ലാം മസ്റ്റായിട്ടും നിങ്ങളുടെ വാർഡിൽ കൊറോണ ഇല്ലെങ്കിലും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നിങ്ങൾ മാസ്ക് മസ്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കണം. എന്റെയൊക്കെ വാർഡില് ഞങ്ങളുടെയൊക്കെ മെയ്ട്രൻസ് ഒക്കെ വന്നിട്ട് ഞങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇപ്പൊ ഉപയോഗിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ പേഷ്യൻസിന്റെ പുറത്തുനിന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കരുത്. ഞാൻ ശരി വെച്ചിട്ട് ഞാൻ അങ്ങ് മാറി അങ്ങ് നടന്നു പോകും. കാരണം ഇവരെല്ലാം ഇംഗ്ലീഷുകാരാ. അവരാരും വന്ന് രോഗികളെ ചികിത്സിക്കുന്നില്ല. എന്റെ വാർഡ് മൊത്തം കൊറോണയാ. അവിടെ നടക്കുന്ന ഡോക്ടേഴ്സിനും നേഴ്സുമാർക്കും എല്ലാം അവർക്ക് ട്രേഡ്സ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. സോഷ്യൽ ഡിസ്റ്റൻസ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഹോസ്പിറ്റലിലും സോഷ്യൽ ഡിസ്റ്റൻസ് ഇല്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഇവർ പറയുന്നൊന്നും ഞാൻ എടുക്കത്തില്ല. ഞാൻ മാസ്ക് വെക്കും. ഞാൻ ഫുൾ പ്രൊട്ടക്ഷനിൽ നല്ലപോലെ തന്നെ മുന്നോട്ട് പോവുക. കാരണം വി ഹാവ് ടു അങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. നേഴ്സുമാരൊക്കെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എവിടെ ആയാലും, നിങ്ങളിപ്പോ നേഴ്സുമാരാണോന്നില്ല, നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ഇപ്പം ലണ്ടനിലെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലണ്ടനില് കൊറോണ ഇല്ലാത്ത സ്ഥലങ്ങളില്ല. സോ നമ്മുടെ എയറിലായി കഴിഞ്ഞത്. അപ്പം ഹേർഡ് ഇമ്മ്യൂണിറ്റിയാണ് അവർ നോക്കുന്നത്. മൈൽഡ് സിംറ്റംസ് വഴി നമ്മൾ ഓരോരുത്തരും ക്യൂർഡ് ആകും. ചിലര് അണ്ടർലൈങ് കണ്ടീഷൻസ് ഉള്ളവരൊന്നും ചിലപ്പോൾ ഒരുപക്ഷെ രക്ഷപ്പെടത്തില്ല. അപ്പൊ അതുകൊണ്ട് ആർക്കും പിടിവിടാം. ലെറ്റ്സ് ഓൾ ബി വെരി കെയർഫുൾ. ദാറ്റ്സ് ഓൾ. താങ്ക് യു അച്ഛാ. ഈ ഇതില് ജോൺ മുംബൈ എന്ന് പറഞ്ഞൊരു ആളുണ്ട്. ഞാൻ കണ്ടായിരുന്നു. അത് ആരാന്ന് ക്യാമറ ഓൺ ആക്കി ഒന്ന് പറയുമായിരുന്നത് നല്ലതായിരുന്നു. ഞാന് ജോൺ ഐസക്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ജോൺ ഐസക് ബോംബെയിലാണ്. ഞങ്ങള് ഫാമിലിയായിട്ട് നവംബറിൽ അവിടെ ഉണ്ടായിരുന്നു. ഈ ചർച്ചിൽ വന്ന് മനസ്സിലായ ഇപ്പൊ ഫോട്ടോ കണ്ടപ്പോ മനസ്സിലായി. തോമസ് ഐസക്കിന്റെ ബ്രദറാണ്.
ഓക്കെ ഓക്കെ ഇപ്പൊ മനസ്സിലായി. ഞങ്ങളിപ്പോ ഫോട്ടോ കണ്ടപ്പോ മനസ്സിലായി. താങ്ക് യു ജോയിൻ ചെയ്തതിന്. അവിടെ എങ്ങനെയുണ്ട് മുംബൈയിലെ സിറ്റുവേഷൻ? ഇവിടെ സിറ്റുവേഷന് നല്ലവരുണ്ട്, കൊറോണ പല സ്ഥലങ്ങളിലുണ്ട്. ഇവിടെ ബോംബെ, ധാരാവി എന്ന പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ കൂടുതൽ. പിന്നെ കാര്യമായിട്ടുണ്ട്, ഞങ്ങള് എല്ലാം പ്രൊട്ടക്ഷനിലാണ് ഇപ്പം. ലോക്ക്ഡൌൺ അറ്റ് ഹോം. ഓക്കെ. നേഴ്സുമാരൊന്നും ജോലിക്ക് പോകാൻ ഇഷ്ടമില്ല എന്ന് പറയുന്നു, എന്നിട്ട് അവരെ പിടിച്ചുകൊണ്ടുപോയി ജോലി ചെയ്യിപ്പിക്കുന്നെന്ന് കേൾക്കുന്നു. ശരിയാണോ? അതൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. കുറെയൊക്കെ അവര് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ. നമ്മുടെ കേരള ഗവൺമെന്റിന്റെ അത്ര ഇവിടെ വലിയ സേഫ്റ്റി ഒന്നും ഇല്ല. കേരളത്തിന് നല്ല സേഫ്റ്റി ആണല്ലോ, ഗവൺമെന്റ് നല്ല കാര്യമായിട്ട് അവർ നോക്കുന്നുണ്ട് നേഴ്സസിനെയും ഡോക്ടേഴ്സിനും ഒക്കെ. ഇവിടെ ഒക്കെ അങ്ങനെയൊക്കെ നടക്കുന്നു എന്ന് വിചാരിക്കും. ഞങ്ങളൊക്കെ വീട്ടിൽ തന്നെയാണ്, വെളിയിലോട്ട് പോകുന്നില്ല. അശ്വിൻ എന്ത് പറയുന്നു? അശ്വിൻ ആൻഡ് അജീഷ ഉണ്ടായിരുന്നു. കേക്കത്തില്ല, മ്യൂട്ടില്ല. കേക്കാവോ? ഇപ്പൊ കേക്കാം. ഞങ്ങള് ഇപ്പൊ ലണ്ടനിലുണ്ട്. ഞങ്ങള് ഫെബ്രുവരി എൻഡില് വന്നായിരുന്നു. ഇനിയിപ്പൊ ഞങ്ങള് ജൂണില് മെയ് അടുത്ത മാസം പോണോന്നൊക്കെ ആയിരുന്നു. ഇനിയിപ്പൊ അറിയത്തില്ല ഇനി എങ്ങനെ നീങ്ങുമെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ പ്ലാൻസ് ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്ക് പോകാമെന്നാണ് ഓർക്കുന്നത്. ഇനിയും തിരിച്ച് നാട്ടിലോട്ടും പിന്നെ ഞങ്ങൾ കാനഡയിലോട്ട് മൂവ് ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻസ്. ഇനിയും എങ്ങനെ അത് പോകുമെന്ന് അറിയത്തില്ല, എന്നാലും നോക്കാം. വി ആർ ഹോപ്പ്ഫുൾ ഇതെല്ലാം പെട്ടെന്ന് മാറുമെന്ന് ഓർക്കുന്നു. ആൻഡ് ഇറ്റ് വാസ് എ വണ്ടർഫുൾ സർവീസ്. ഇങ്ങനെ എല്ലാം കൂടെ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ കണ്ടുമുട്ടിയത് തന്നെ വലിയ കാര്യം. താങ്ക്സ് ഫോർ ഓൾ യുവർ വിഷസ്. താങ്ക് യു. സുജിച്ച, അവിടെ എന്തുണ്ട് വിശേഷം? ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഇങ്ങനെ നമ്മള് ഫുൾ ലോക്ക്ഡൌൺ ആയിട്ടിരിക്കുന്നു. വെളിയിൽ കൂടെ നോക്കുമ്പോൾ ഇഷ്ടം പോലെ വണ്ടികൾ പോകുന്നു. എല്ലാവരുടെ അകത്തിരിക്കാൻ മഴയിൽ ആരും കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല ഇവിടെ. ഞങ്ങൾക്കിപ്പോ ഒരു പുതിയൊരു ഡ്രഗ് ഞങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. അടുത്ത ആഴ്ച വരുന്നുണ്ട്. അത് വാക്സിൻ അല്ല, ട്രീറ്റ്മെന്റിന്. അത് ക്ലിനിക്കൽ ട്രയൽസില് ഇനീഷ്യലി നല്ല പോസിറ്റീവാണ്. തേർഡ് ക്വാർട്ടറിൽ ഞങ്ങൾ ഡെവലപ്മെന്റ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാണ്. ഹോപ്പ്ഫുള്ളി തേർഡ് ക്വാർട്ടർ ഫോർത്ത് ക്വാർട്ടറിൽ ലോഞ്ച് ചെയ്യാന്നുള്ള ഒരു ഇതിലാണ് പോകുന്നത്. ഉള്ളിടത്തോളം നല്ല എഫിക്കസി കാണിക്കുന്നുണ്ട്. യുകെയിലാണോ ഡെവലപ്മെന്റ്? ഇത് ഇൻഹൗസ് ഞങ്ങളൊരു കമ്പനിന്ന് മേടിച്ചേക്കുന്നതാണ്. ഇത് ഇപ്പം ഡെവലപ്മെന്റ് വയ്ക്കാറും വന്നേക്കുന്നത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലോട്ടാണ്. ഇന്നലെ അതിനൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു വാക്സിൻ കോമ്പൗണ്ട് ഓൾറെഡി ഫേസ് 3 കയറിയിട്ടുണ്ട്. അത് ഒരു കമ്പനിയായിട്ടൊരു ചെറിയ കമ്പനി ഞങ്ങളുടെ കൊളാബറേഷനിലാണ്. അത് പക്ഷെ ഞങ്ങളല്ല ഡെവലപ്പ് ചെയ്യുന്നത്. അത് വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നത് മിക്കവാറും ഞങ്ങളുടെ US സൈറ്റ്സ് ആണ്. പക്ഷേ ഞങ്ങളിപ്പം വർക്ക് ചെയ്യാൻ പോകുന്നത് ഇത് ട്രീറ്റ്മെന്റ് ലോഞ്ച് പക്ഷേ വെളിയിൽ നിന്നാണ്. കാരണം ഞങ്ങൾക്ക് ഇപ്പോ സൈറ്റ്സ് ഒന്നും ഇല്ല, ഞങ്ങൾക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റില്ല, എല്ലാം ഓൾറെഡി ഫുള്ളാണ്. അപ്പൊ ഞങ്ങളത് എക്സ്റ്റേണൽ ഒരു വെൻഡേഴ്സിന് വഴി ഞങ്ങൾ ലോഞ്ച് ചെയ്യും. വഴി ഞങ്ങൾ എല്ലാ ഡെവലപ്മെന്റ് ഇവിടെ ചെയ്തിട്ട് നമ്മള് ഒരു 3 എക്സ്റ്റേണൽ വെൻഡേഴ്സ് അത് ലോഞ്ച് ചെയ്യാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഡ്രഗിന്റെ പേര് പറയാമോ? സീക്രട്ട് ആണോ? അത് ആയിട്ടില്ല, അങ്ങനെയൊന്നും ആയിട്ടില്ല. ഡിസ്കസ് ചെയ്യാനും പറ്റത്തില്ല. പേരൊന്നും പറയത്തില്ല. അത് റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് സപ്ലൈ ചെയ്യും. പക്ഷെ ഉണ്ട്, പല 3-4 കമ്പനികൾ ഉണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റലിലൊക്കെ ഈ ഹൈഡ്രോക്സി ക്ലോറക്വീൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഹൈഡ്രോക്സി ക്ലോറക്വീൻ ഇപ്പൊ എഫിക്കസി ഉണ്ടെന്ന് പറയുന്നു. ചില ആൾക്കാർ അതിനെ എതിർക്കുന്നുണ്ട്. പക്ഷെ സത്യം അറിഞ്ഞു അതിന്റെ ക്ലിനിക്കൽ ഔട്ട്കം വന്നിട്ടില്ല, സ്റ്റഡീസ് നടക്കുന്നേ ഉള്ളൂ. അടുത്ത മാസത്തോളം മിക്കവാറും വരും. ഇംഗ്ലണ്ടിൽ തന്നെ 3-4 നടക്കുന്നുണ്ട്. BBC ന്യൂസില് മെറ്റ്ഫോർമിൻ എടുക്കുന്നവർക്ക് കൊറോണ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു സ്റ്റഡി അല്ല, അവരുടെ പോപ്പുലേഷൻ അവർ നോക്കിയപ്പോഴത്തേക്ക് ഏതോ ഒരു രാജ്യത്ത് സ്വിറ്റ്സർലൻഡിലോ
അവരുടെ ഈ കൊറോണ പേഷ്യൻസ് വരുന്ന പോപ്പുലേഷൻ അവർ നോക്കിയപ്പം മെറ്റ്ഫോർമിൻ എടുക്കുന്നവർക്ക് കൊറോണ വരുന്നില്ല എന്നുള്ളതാണ്. സുജമാമ അവിടെ തന്നെ ഉണ്ട്. അൺമ്യൂട്ട് ആയിട്ടില്ല. മ്യൂട്ടിലാണ്. ഇത് കേട്ടിട്ട് അല്ല ഈ മെറ്റ്ഫോമിന്റെ കാര്യം കേട്ട് ജോയ സന്തോഷമായിട്ടിരിക്കുന്നു. അല്ലാണ്ട് ഇങ്ങനെ പോകുന്നു, സുഖമായിരിക്കുന്നു എല്ലാരും. ജോജി ഉണ്ടോ ഇപ്പോഴും? വേറെ പണിയൊന്നുമില്ല. വർക്ക് ഫ്രം ഹോം എന്ന പേര്. ഞങ്ങളുടെ ബിസിനസ് എല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് വർക്ക് ചെയ്യാനും ഇല്ല. എന്റെ വർക്ക് എന്ന് പറയുന്നത് ഇത് പ്രോപ്പർട്ടി ഇതാണ്. ഞങ്ങളുടെ എല്ലാം ക്ലോസ്ഡ് ആയി. ഇപ്പൊ മെയിൻലി ഭാര്യ എല്ലാം ചെയ്ത് കുക്കിംഗ് ഒക്കെ ചെയ്ത് റെഡി ആയി. അല്ലല്ല, ഭാര്യ തിന്നുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ടൈം വീട്ടിൽ സ്പെൻഡ് ചെയ്ത് ഇപ്പോഴാ. ഇതുവരെ നമ്മുടെ സനീഷ് ബ്രോ ലൈനിലുണ്ട്. സനീഷ് കേൾക്കുന്നില്ല. അൺമ്യൂട്ട് ചെയ്യും. ഇപ്പോഴൊന്നും കേൾക്കുന്നില്ല. ഇയർഫോൺ എടുത്ത് മാറ്റ്. You can. If only you can say comments once, otherwise you're not going. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഞാനിപ്പോ ഒരു 2 ആഴ്ചയായിട്ട് വീട്ടിലായിരുന്നു. എനിക്ക് ഇച്ചിരി കോവിഡ് സിംറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ഇച്ചിരി വെൽ ഫോർ 2 weeks. ഇപ്പം കുഴപ്പമില്ല. ഐ വാസ് നോട്ട് വർക്കിംഗ് ഓൾസോ. ലൈക്ക് 1.5 ആഴ്ച ഞാൻ ജോലിക്ക് പോയിട്ട്. ഇപ്പം ഫൈൻ ഉണ്ട്. അങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു. പിന്നെ the only thing is everything has gone for a toss. ജോലി ഇപ്പൊ എന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാനിപ്പം ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ റെസ്പോൺസ് ഇസ് നോട്ട് ഗുഡ് എവറിവെയർ. സോ അങ്ങനെ നടക്കുന്നു. പിന്നെ എവറിത്തിങ് ഇസ് ഫൈൻ. അങ്ങനെ നടക്കുന്നു. അവിടെ തന്നെ ഉണ്ട് പിള്ളേരെല്ലാം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. താങ്ക് യു. നല്ല സർവീസ് ആയിരുന്നു അച്ഛാ. പ്രത്യേകിച്ച് തരുൺ, ജിത്തു, സൗമ്യ. താങ്ക് യു സോ മച്ച്. അച്ഛാ ഒരു മെസ്സേജ് പറഞ്ഞത് സൗമ്യ ചേച്ചിയാണ്. റെനി ഹസ്ബൻഡ് ആണ്. അത് സൗമ്യ ചേച്ചിയുടെ ഹസ്ബൻഡാണ് റെനി. സൗമ്യ ചേച്ചിയാണ് ഒരു മെസ്സേജ് പറഞ്ഞത്. സജി നല്ല ഒന്നാമതായിട്ട് വളരെ നന്നായിട്ട് സജി കൺട്രോൾ ചെയ്തു. താങ്ക് യു ബ്രോ. അടിപൊളി. ഐ തിങ്ക് ഫസ്റ്റ് ടൈം ഇറ്റ് വാസ് ലൈക്ക് പെർഫെക്റ്റ്. അതും പറയണം. ജസ്റ്റ് സ്ലൈഡ്സും അത് പിന്നെ മൈക്ക് എല്ലാം കൺട്രോൾ ചെയ്തതും അത് പ്രതിപക്ഷത്തിനും സഹിച്ചാലും കൊണ്ടാണ് അവര് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് ചെയ്തത്. താങ്ക് യു. അത് ശരിയാകട്ടോ. ചില സർവീസസിലൊക്കെ എത്തുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും സൗണ്ട് പോകുന്നതും കേൾക്കാം. ബട്ട് ദിസ് വാസ് പെർഫെക്റ്റ്. താങ്ക് യു. സജിക്കല്ല കൊടുക്കണ്ടേ? സജിക്കും പ്രദീപിനും ഉള്ള ഒരു ബിഗ് താങ്ക് യു. അതുപോലെ റെനീത്ത് ഉണ്ട്. പിന്നെ അതുപോലെ ജഗി ചേർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ജഗി അതുപോലെ വേറെ ലീവ് ചെയ്തു. അവരുണ്ടായിരുന്നു, അവര് ലീവ് ചെയ്തു. ഈ പാട്ടെല്ലാം ചെയ്ത ഫിലിപ്പ് സാറും റോണിച്ചാനും ഒക്കെ നന്നായിട്ട് ചെയ്തു. അവര് ചെയ്ത് രണ്ടുപേർക്ക് റോഹനൊക്കെ നന്നായിട്ട് എഫേർട്ട് എടുത്തു അതില്. ഒരു കാര്യം ചോദിച്ചോ. അപ്പൊ ഫിലിപ്പ് സാർ നമ്മുടെ ഇവന്റെ കല്യാണത്തിന്റെ കാര്യം എന്തുവാ? അപ്പൊ നമ്മളിനി നമ്മുടെ രോഹന്റെ തൽക്കാലം അബയൻസ് മിഡ് മെയിലെ തീരുമാനം എടുക്കത്തുള്ളൂ. ചെയ്യണോ വേണ്ടെന്നുള്ളത്. തൽക്കാലം ഇങ്ങനെ പോട്ടെ. റോഹൻ പറഞ്ഞിട്ടുണ്ട് കൊറോണ ആണെങ്കിലും ഇല്ലേലും അവൻ കല്യാണം കഴിക്കുമെന്ന്. ഞാനേ അടുത്ത വർഷത്തെ ക്രിസ്മസ് കാരൽ സർവീസ് ഒക്കെ ഇങ്ങനെ ആക്കാനുള്ള ഒരു ഐഡിയ എനിക്ക് വന്നിട്ടുണ്ട്. ഒരു ദിവസം ടെന്നേഴ്സും അങ്ങനെ ആകുമ്പോ എല്ലാവർക്കും ട്യൂഷൻ എടുക്കാമല്ലോ.
അതൊക്കെയാണ് പഠിപ്പിക്കുക. അതാകുമ്പം റെന്റ് കൊടുക്കുകയും വേണ്ട, പൈസയും കൊടുക്കണ്ട. ബേസുകാര് തന്നെ ഒരു ദിവസം ടെന്നറുകാർ തന്നെ, ഒരു ദിവസം ബേസുകാർ തന്നെ, അങ്ങനെ ആകുമ്പോൾ എല്ലാരെ കൊണ്ട് പാടിക്കുകയും ചെയ്യാം, ഒറ്റയ്ക്കൊറ്റയ്ക്ക് പാടിക്കുകയും ചെയ്യാം. എനിക്ക് എളുപ്പമുണ്ട്. ഇത് ഈ ഒരു ടെക്നോളജി നമുക്ക് ഞങ്ങള് മ്യൂട്ടിലിട്ട് പാടിയാ മതിയോ? ആ മ്യൂട്ടിലിട്ട് പാടിയാ മ്യൂട്ടില് വിവരം അറിയും. ലിപ്സിംഗിങ് ഉണ്ടോന്ന് അറിയാമല്ലോ നമുക്ക്. ഏതായാലും കൂടുതലും കൊറോണ കാര്യങ്ങളൊക്കെയാണല്ലോ ഇവിടെ ചർച്ച ചെയ്തത്. അതിനെക്കുറിച്ച് ഇനി നമ്മൾ എന്നാ പറയാനായിട്ടാ. വളരെ ഫൈസറുകാരൊക്കെ ഇവിടെ ഉള്ളപ്പം കൺവാലസൻസ് പ്ലാസ്മ ഉടനെ ഇഞ്ചക്ട് ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ ആന്റിബോഡി ഉള്ളത് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഒരു സൈഡിൽ, മലേറിയ 2 പ്രാവശ്യം എനിക്ക് വന്നതാണ്. അതുകൊണ്ട് അതിന്റെ അംശമൊക്കെ റെസിസ്റ്റൻസ് എനിക്ക് കാണാം. പിന്നെ അതുപോലെ തന്നെ ഇന്ന് അച്ഛന്റെ ലാസ്റ്റ് മെസ്സേജില് കണക്റ്റിംഗ് ലിങ്കിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ 3 ട്രിപ്ലെറ്റ്സ് അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോഴേ എനിക്ക് തോന്നി ഈ ക്രബ് സൈക്കിളും ഗ്ലൈക്കോളിസിസും ക്രബ് സൈക്കിളായിട്ട് അസറ്റൈൽ കോയിൻസാമേ ആണ് കണക്റ്റിംഗ് ലിങ്ക്. അപ്പൊ അവർ അതുകൊണ്ടാണ് ജെറിൻ ചിരിക്കുന്നതാണ്. ഒരു എ ലെവൽ ടോപ്പിക് റിവിഷനും കൂടെ അത് വളരെ ഒരു സയന്റിഫിക് ഇൻപുട്ടും കൂടെ ലാസ്റ്റ് വന്നതിന് വളരെ താങ്ക്സ്. പിന്നെ നമ്മളെ എല്ലാരും ഇന്ന് പാട്ട് പാടി തന്ന റോണി ആൻഡ് ഫാമിലി പ്രത്യേകിച്ചും എനിക്ക് നന്ദിയുണ്ട്. കാരണം ആ പാട്ടിന് 9 സ്റ്റാൻസ ഉണ്ട്. ആ 9 സ്റ്റാൻസായി ഇത് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഒരു 9 ഫയലായിട്ട് അതിനെ മുറിച്ചു ഓരോന്ന് കഴിയുമ്പോഴും ഓരോ മൊഴിക്ക് മുന്നേ അത് പാടുന്നതായിട്ടുണ്ട്. അതിന് നമ്മുടെ പിള്ളേരെ തന്നെ സഹായിച്ചു. അതല്ല, പ്രദീപും സജിയും എന്റെ ചുക്കാൻ പിടിച്ച് നടത്തി വളരെ നന്നായിട്ട് പോയി. അതും കൂടാതെ തന്നെ ഈ 22-20 എന്ന് പറയുന്ന ഒരു വർഷമായിട്ട് ഞാൻ കേൾക്കുന്നത്. 22-20 ആ 22-20 ആളെ എനിക്ക് കല്യാണത്തിന് പോകാൻ പറ്റില്ല, ഇപ്പൊ നേരിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ 22-20 ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഇപ്പൊ പുള്ളി ഒരു വേറൊരു ഫേസ് തന്നെ ഒരു മാറ്റം വന്നു. പുള്ളിക്ക് മുട്ടയടിക്കാനുള്ള ആ ഒരു ഇത് കിട്ടിയ എവിടുന്നാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ആഫ്റ്റർ മാരേജ് മുട്ടയടിക്കാൻ തീരുമാനിച്ചാണോ ബിഫോർ മാരേജ് തീരുമാനിച്ചാണോ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾക്കാര് മാറുമെന്ന് പറയുന്നത് ഇങ്ങനെ മാറുന്നതെന്ന് അറിഞ്ഞില്ല. അതെന്താ കാര്യം അറിയോ? അത് ഈ കൊറോണ പേനെ പോലൊരു സാധനമാണെന്നാണ് പുള്ളി പറയുന്നത്. ഇപ്പം ബാർബർ ഷോപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെത്താൻ ഒരു അറ്റംപ്റ്റ് നടത്തിയതാണ്. ഭാര്യയും പപ്പയെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ഇതിങ്ങനെ എങ്ങനെ വന്നത്? ഞാൻ നല്ല സൈഡിലൊക്കെ നല്ല ബ്ലെൻഡിങ് ചെയ്തൊക്കെ എടുക്കാൻ പറഞ്ഞതാണ്. പക്ഷെ അവസാനം സ്കിൽ ലെവലില് പോരാ അല്ലേ? അതുകൊണ്ട് പുള്ളി ഇനി വേറൊരു ഡയറക്ഷനിലേക്ക് പോകാൻ വെച്ചാൽ തോന്നുന്നു. പിന്നെ ഇനി മുടി വെട്ടുന്നവർക്ക് മറ്റേ മിസ്റ്റർ ബീനി ചെയ്ത പോലെ തലയിൽ ചട്ടി കമത്തി വെച്ചിട്ട് വേണം മുടി വെട്ടാനായിട്ട്. എന്റെ കഴിഞ്ഞ ആഴ്ച ഇവിടെ വെട്ടി നല്ല അടിപൊളിയായി. നമ്മുടെ വാർഡൻ വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്നു. വാർഡന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എല്ലാം കേട്ടോണ്ടിരിക്കുക. സ്വോത്രാഴ്ച ഇല്ലാച്ചിട്ടാ പുള്ളിക്ക് സൈലന്റ് ആയിപ്പോയി. സ്വോത്രാഴ്ച ഇല്ല പിന്നെ എന്താ പ്രശ്നം? പ്രദീപേ, ബേബി ഒന്ന് ഞങ്ങൾ ബേബി ഇതുവരെ കണ്ടിട്ടില്ല, ഒന്ന് കാണിക്കണേ. വല്ലപ്പോഴും പള്ളി വരണം. വിൻഡീസർ ഒന്നും പറയുന്നില്ലല്ലോ വിനീഷ്. എല്ലാവരുടെ വീട്ടിൽ കഞ്ഞിയും പേരൊക്കെ റെഡിയാണോ? റിസായുടെ ബേബിയാ കാണിച്ചത്. റിസ ബേബി അവിടെ പോയി. റിസവാവ കാണാൻ പറ്റുന്നില്ല. തോമസിന്റെ ബ്രദറിനെ കണ്ടു, പക്ഷെ തോമസിനെ കണ്ടില്ലല്ലോ.
യോഹാനൊക്കെ എന്ത് തോമസ് എന്ത് ബേബി എത്ര മാസമായി ഇപ്പൊ? 3 മാസം കഴിഞ്ഞു. വിനീഷ് ഒന്നും പറയുന്നില്ല. വിനീഷ് ഫാമിലി വിനീഷ് കുറച്ചു നേരമായിട്ട് സംസാരിക്കണം എന്ന് പറയാം, പക്ഷെ മ്യൂട്ട് ആക്കി വെച്ചിരിക്കുക. അൺമ്യൂട്ട് സമയമായില്ല പോലും. കഞ്ഞി കുടിക്കുന്നുണ്ടോ? കഞ്ഞി കുടിക്കാൻ സമയമായി. ആരാ കഞ്ഞി വെച്ചേ? കഞ്ഞി റോണിയങ്ങള്. അല്ല, ഷൈനി മാമ എന്തേ കഞ്ഞി ഇടാൻ പോയേക്കാന്ന് ചോദിച്ചാ? കഞ്ഞി പയറ് പപ്പടം അച്ചാറ്. ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിലോട്ട് ഓടുന്ന വീഡിയോ കഞ്ഞി പയറ് പപ്പടം അച്ചാറ് ചുട്ടരച്ച ചൂന്തി പച്ചടി, ഇത്ര സാധനമുണ്ട്. ഉണക്കമീനുണ്ട്. ഞാനൊന്നും പറയുന്നില്ല. സജിക്കല്ലോ ഉണ്ടോ ഇത് കഴിക്കാൻ? ചോദിക്കാവോ പ്ലീസ്? ഞാൻ ഇന്നലെ എല്ലാം വെച്ചു വെച്ചേക്കുവാ. പിന്നെ കഞ്ഞിയല്ലേ വെച്ചിരിക്കുന്നത്, വേറെ സ്പെഷ്യൽ സർവീസ് കഴിഞ്ഞിട്ടിരിക്കല്ലേ? ആർക്കൊക്കെ നെഞ്ചത്ത് കൈ വെച്ച് പറയാ നോൺ വെജ് കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇന്നോ? കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇവളിപ്പോഴും യാക്കോബ 50 ദിവസത്തെ നോമ്പ് നോക്കുന്ന വിഷയം. ഈ സജി ഇത് നോൺ കഴിക്കുന്നുണ്ട്, ജിത്തു നോൺ കഴിക്കുന്നുണ്ട്. അത് കൈവക്കി. കഴിക്കാത്തവരാ കൈ പൊക്കിയത്. ഓടിച്ചാൻ കമ്പനിക്ക് ആളിനെ നോക്കുകയാണ്, കഴിക്കുന്നവരെ കൈ പൊക്കാൻ. അല്ലല്ല, ഇവരൊരു കമ്പനിക്ക് ആളുകളോ ഇവര്? ക്യാമറയില് അവിടെ മുട്ടയുടെ എണ്ണം കൂടിയപ്പോ ജേക്കബങ്ങളിനെ ഏതാ മുട്ട അടിക്കണ്ടേ? ഒരു മുട്ടയും കൂടെ കിട്ടി. ലോഹൻ ബ്രോ, സനീഷ് ബ്രോ, ബ്രോ, നമുക്ക് എല്ലാവർക്കും ഒന്ന് പിടിച്ചു കഴിഞ്ഞാ, ജിത്തു നമുക്കൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാ റോഹൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും വേണം ഒരു മുട്ട അടിക്കുക. റെനി പകുതി വഴി എത്തിയിട്ടുണ്ട് മുട്ട അടിക്കുന്നതിന്റെ. ഇവിടെ ഒരാളാണ് ജോയിച്ച് നോക്കി കേട്ടില്ല. ആരാ ഡേസി മാമയോടാ മുട്ട അടിക്കുന്ന കാര്യം ചോദിക്കാൻ പറഞ്ഞത്? വീടിനകത്ത് പുറത്തു പോകാൻ പറ്റാത്തോണ്ടാണോ എന്ന് ചോദിക്കുന്നത്. ജസ്വിൻ മുട്ട അടിക്കാൻ ഇനി 2022 ആവണം. ഇവിടെ സൺഡേ സ്കൂൾ പിള്ളേരെല്ലാം എന്ത് ചെയ്യാ? പിള്ളേരെല്ലാരും Say hello. Your best friend. Hello. Say. Miss. Hi. Miss Sarah. Oh, there. കഞ്ഞിയുടെ കാര്യം റെഡിയാണോ? കഞ്ഞി റെഡിയാണോന്ന്
കുടിക്കാൻ വെയിറ്റ് വയ്ക്കുക. ഷഫാലി അവിടെ കഞ്ഞി റെഡിയാണോ? Pradeep needs to cook. I don't know how to cook kanji. Kanji is very easy. Easy for Pradeep. No, let him cook. ഈ വീഡിയോ ഓഫ് ആയാൽ ഉടൻ അടുക്കള കയറുന്നതാണ്. Okay, this quarantine period, everyone needs to learn something. No, let him start with kanji first. ഞാൻ ഐസൊലേഷനില്ല, അതാ ഞാൻ മാറിയിരിക്കുന്നത്. എനിക്ക് പറ്റില്ല. കോഫി വിട്ടിട്ടുള്ള കളിയില്ല. ഡാൽഗോണ കോഫി വരെ എത്തിയുള്ളൂ, കഞ്ഞി വരെ എത്തിയിട്ടില്ല. റോഹന്റെ കഞ്ഞിയാണോ അവിടെ? ഞാൻ ആലോചിക്കുന്നത് റോഹൻ പറഞ്ഞു കഞ്ഞിക്ക് പ്രോട്ടീൻ പോരെന്ന്. റോഹൻ നോൺ വെജ് കഞ്ഞി ഉണ്ടാക്കുക. പ്രോട്ടീൻ പോയിട്ട് ജിം പോലും അടച്ച അപ്പഴാ. ഞാൻ കഞ്ഞി കഴിക്കാൻ പോവാ. എന്നാ ശരി, എല്ലാവർക്കും Bye. Happy birthday, triplets. Happy birthday. Happy birthday, Amchi. Bye, everyone. See you Sunday. നമ്മുടെ അടുത്ത മീറ്റിംഗ് ഒന്ന് സൂചിപ്പിച്ചേക്കണേ പ്രദീപേ. നമ്മുടെ അടുത്ത മീറ്റിംഗ്, അടുത്ത സർവീസിനുള്ള മീറ്റിംഗ് നമ്മളൊന്ന് ഇരിക്കണേ. ഞാനത് അറേഞ്ച് ചെയ്ത് ഇപ്പം ലിനിയോടൊന്ന് ചോദിക്കാനുണ്ട്. അതിന്റെ കുറച്ചുകൂടെ ഒന്ന് റെഡി ആവാനുണ്ട്. ഓക്കെ ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നോ നാളെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ശരി എന്നാ. Bye bye. 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 Bye.